صلوا عليه وسلم تسليما صلى الله عليه وعلى آله وصحبه وسلم تسليما سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. മുഅ്മിനീങ്ങളെ, ആ ചെറിയ കുട്ടികൾ ആ പള്ളിയുടെ സൈഡിലൊക്കെ ഇരുന്ന് വലിയ ആളുകൾ കസേരയിലിരിക്കണം, താഴേന്ന് ബാക്കിൽ നിന്ന് ആളുകൾ കയറി മുന്നിലിരിക്കണം. ചെറിയ കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. ഒരു സദസ്സിൻ്റെ മുന്നിലിരുന്ന് ഉറങ്ങൽ മോശമാണ്. അവർ ആ സിമെൻറ്റിൻ്റെ തറയിലൊക്കെ ഇരുന്നോട്ടെ. അഹ്ലു ബൈത്തിനെ ബഹുമാനപ്പെട്ട ബാക്കിൽ നിന്ന് മുന്നിലേക്ക് കയറിയിരുന്ന് സദസ്സൊക്കെ ഭംഗിയാക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ഒരു സദസ്സിലേക്ക്, ഒരു വേദിയിലേക്ക് അഹ്ലു ബൈത്തിനെ ക്ഷണിക്കൽ നിർബന്ധമുള്ള ഒരു കാര്യമല്ല. പക്ഷേ അവരെ ക്ഷണിച്ചാൽ അവരെ ആദരിക്കൽ സദസ്സിന് നിർബന്ധമായിരിക്കും. അവർ എണീറ്റ് വന്നിട്ട് ഈ തേന് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അഹ്ലു ബൈത്ത് ആരാണ് എന്നറിയില്ല. അവർ ഹബീബായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു ബൈത്തിനെ അനാദരിച്ചാൽ ഗുരുത്തക്കേട് ഖിയാമത്ത് നാൾ വരെ മാറില്ല. ഇതൊക്കെ മനസ്സിലാക്കണം. മനുഷ്യന്മാർ വിഡ്ഢികളാണ്. എന്തിനാണ് തങ്ങന്മാരെ കൊണ്ടുവരുന്നത്? തങ്ങന്മാരെ കൊണ്ടുവരൽ നിർബന്ധമുള്ള കാര്യമല്ലല്ലോ. കൊണ്ടുവന്നാൽ അവരെ ആദരിക്കണം. അവർ റുഖുബ് മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി, അഹ്ലി ബൈത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഞാനാണത് പറഞ്ഞതെന്ന് നിങ്ങളിൽ അഹ്ലി ബൈത്തിൽ എന്നെ നിരീക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അവരൊരു കാര്യം പറഞ്ഞാൽ പിന്നെ തങ്ങൾ മാനം കിട്ടില്ലേ. നിങ്ങൾ ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരാത്തത് കൊണ്ടല്ലേ പിന്നെ അങ്ങോട്ട് കൊടുക്കിയെന്ന് പറഞ്ഞത്. അതൊക്കെ മോശപ്പെട്ട കാര്യമല്ലേ. മനുഷ്യന് അന്തം എന്നൊരു സംഗതി വേണം. അത് വെറുതെ ഉണ്ടാവില്ല. അത് പടച്ച തമ്പുരാൻ്റെ മൗഹിബത്താണ്. നിങ്ങൾക്ക് 100 മാർക്ക് പെരുന്നാളാബാദ് പെരുവണമൊക്കെ പറഞ്ഞാൽ ഞാൻ വലിയ 100 മാർക്ക് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ മാർക്ക് ഒറ്റ മിനിറ്റിൽ പോയിക്കാം. ഏതായാലും ആ സാധനം എല്ലാവരും വാങ്ങണം എന്ന് അപേക്ഷിക്കുന്നു. അഹ്ലു ബൈത്ത് ഒരു കാര്യം പറഞ്ഞാൽ സ്വീകരിച്ചോളണം. അതെന്ത് പറഞ്ഞാൽ സ്വീകരിച്ചോളണം, ഹറാമാകാത്ത കാലത്തോളം. അവർ നിങ്ങൾ വിചാരിക്കേണ്ട അവരുടെ ഒരു രോമത്തിന് ഈ ഭൂമിയാകെ കൂട്ടിക്കെട്ടിയാൽ അഹ്ലു ബൈത്തിൻ്റെ ഒരു രോമത്തിന് വിലയുണ്ടാവില്ല. അവരുടെ വാപ്പ മുസ്തഫ നബിയാണ് സല്ലല്ലാഹു അലാ റഅ്സി ഹാദൽ കൗനി നഅ്ലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകമാകെ മുഹമ്മദിൻ്റെ ചെരുപ്പ് വെക്കാനേ ഉള്ളൂ എന്നാണ് ഇബ്നു ഹജർ പറഞ്ഞത് റളിയല്ലാഹു അൻഹു. തലക്ക് കൊടുക്കണം. നിസ്കരിച്ചൊന്നും സ്വർഗത്ത് പോകുന്ന ഒരാളും വിചാരിക്കണ്ട. ഗുരുത്തല്ലാത്ത ഒരാളും സ്വർഗത്ത് പോകില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാതെ ഒരാളും നിസ്കരിച്ചൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അടിസ്ഥാന രക്ഷക്കവൻ പാത്രീഭൂതനാകണം. അടിസ്ഥാന രക്ഷയുടെ സബീൽ മുഹമ്മദാണ് സല്ലല്ലാഹു. അള്ളാഹിൻ്റെ റസൂലിനെ നിസാരപ്പെടുത്തിയ ഒരാൾക്കും അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടാവില്ല. ഈ ലോകത്തൊരു സാധനം റസൂലുള്ളാഹിനെ നിസാരപ്പെടുത്തൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തിന് റസൂലുള്ളാഹിനെ പേടിയാണ്, ഭൂമിക്ക് റസൂലുള്ളാഹിനെ പേടിയാണ്, നക്ഷത്രത്തിന് റസൂലുള്ളാഹിനെ പേടിയാണ്, സൂര്യൻ റസൂലുള്ളാഹിനെ പേടിയാണ്, ചന്ദ്രൻ റസൂലുള്ളാഹിനെ പേടിയാണ്, കോടാനക്കോടി താരകങ്ങൾക്ക് റസൂലുള്ളാഹിനെ പേടിയാണ്, വായുവിന് റസൂലുള്ളാഹിനെ പേടിയാണ്, മണ്ണിന് റസൂലുള്ളാഹിനെ പേടിയാണ്, തീന് റസൂലുള്ളാഹിനെ പേടിയാണ്, ഈ എല്ലാത്തിനും റസൂലുള്ളാഹിനെ പേടിയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ വഹുവ അവ്വലുൽ അസ്ബാബാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഈ ലോകത്തിന് വെച്ച കാരണങ്ങളിൽ ആദ്യത്തെ കാരണം മുഹമ്മദാണ്. ലൗലാഹു ലം തുഖ്റജിദ് ദുനിയ മിനൽ അദമി, ലൗലാഹു ലം തുഖ്റജിദ് ദുനിയ മിനൽ അദമി. അവരില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയെ അല്ലാഹു തആല പടക്കുക തന്നെയില്ല. മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അഹ്ലു ബൈത്തിനെ ഒരു വേദിയിലേക്ക് വിളിക്കൽ നിർബന്ധമുള്ളൊരു കാര്യം തന്നെയല്ല.
പക്ഷെ അവരെ വിളിച്ചാൽ ഒരു പറഞ്ഞാൽ വഴിപ്പെടണം. ഒലെണീക്കുന്ന എണീക്കണം. 10,000 റുപ്യ ഓരോരുത്തരും കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. 1,000 റുപ്യ കൊടുക്കുന്ന ചായ പൈസയല്ലേ ഉള്ളൂ. പറഞ്ഞു ഞാൻ നിങ്ങൾ മോശമെന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല, പക്ഷേ ബോധത്തോടു കൂടി നിൽക്കണം, ബോധത്തിനെ കാത്തിരിക്കണം. തേനിലൊന്നുമല്ല ഷിഫ ഉള്ളത്, ഷിഫ അഹ്ലു ബൈത്തിൻ്റെ ഊത്തിലാണ്. തേനിൻ്റെ ഷിഫ 2-ാം നമ്പറാണ്, 1-ാം നമ്പർ അഹ്ലു ബൈത്ത് ഊതിയാൽ അതിനാണ് ഷിഫ. തേനിൻ്റെ ഷിഫ ലാഹിറായ ഷിഫയാണ്. ഊത്തിൻ്റെ ഷിഫ അതിന് എണ്ണം കണക്കാക്കാൻ കഴിയില്ല, അതിൻ്റെ വാതിൽ തുറക്കാനും കഴിയില്ല. ആരുടെ ഊത്ത്? അഹ്ലു ബൈത്തിൻ്റെ ഊത്ത്. കാരണം അവരെ ഊർജത്തിൻ്റെ അസൽ മുഹമ്മദാണ് സ്വല്ലല്ലാഹു. ഞാൻ ആ ഭാഗം പോകത്തേക്കൊന്നും പോകുന്നില്ല. എല്ലാവരും ചിന്തിക്കണം ജനങ്ങളെ. ലോകം എന്ന് പറഞ്ഞാൽ ഇതൊരു ആപത്തിലേക്ക് പോകുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ഇപ്പോഴത്തെ അവസ്ഥ ഭയാനകമാണ്. ഇപ്പോൾ ഒരു ഭയാനകമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന് ബോധമില്ലാത്തൊരു കാലമാണ്. ബോധമുള്ളവർ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ രാത്രിയും ഒരു ബോധമുള്ള മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. മിത്തബയിൽ ജബ്ബാർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ. ഈ രാത്രി ഒരു ബോധമുള്ള മനുഷ്യന്മാർ മരിച്ചു. ഓരോ ആഴ്ചയും 1, 2, 3 ബോധമുള്ള മനുഷ്യന്മാർ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മുഹറം മാസം 1 ചൊവ്വാഴ്ചയായപ്പോൾ തന്നെ അള്ളാഹിൻ്റെ ഒരു ഫദ്ല് കൊണ്ട് അതിൻ്റെ ചില സിറുകൾ പറയേണ്ട ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. അതൊക്കെ മഹാന്മാരായ മശായിഖന്മാരിൽ നിന്ന് വെളിപ്പെട്ട അസ്റാറുകൾ പറഞ്ഞതാണ്, വെറുതെ പറഞ്ഞതല്ല. അതും വഹാബികൾ കളിയാക്കി. എന്താ ഉണ്ടായത്? അതൊക്കെ സത്യമല്ലേ? ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. സാലിഹീങ്ങൾ മരിച്ച് തീരുകയാണ്. എനിക്ക് തോന്നിപ്പോയി ഈ കൊല്ലത്തിന് ആമുൽ ഹസ്ന് എന്ന് പേരിടണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മോമിനീങ്ങൾക്ക് ഇത് ആമുൽ ഹസ്ന്, ദുഃഖവർഷം എന്ന് പറയേണ്ട വരുമെന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം ഈ മുഹറം തുടങ്ങിയതിന് ശേഷം സാലിഹീങ്ങൾ മരിക്കാത്ത ഒരാഴ്ച തന്നെയല്ല. ബഹുമാനപ്പെട്ട മഹാനായ വടുതല മൂസ മൗലാന റഹ്മത്തുള്ളാഹി അലൈഹി അവർ CM വലിയുള്ളാഹിയുടെ ജമീലാണ്, കൂട്ടുകാരനാണ്. വലിയൊരു ബാഖിയാത്തിൽ ഒരൊറ്റ പായയിലാണ് ഞങ്ങൾ രണ്ടാളും കിടന്നുറങ്ങിയിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട വടുതല മൂസ മൗലാന റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ കഴിഞ്ഞ ആഴ്ച മരിച്ചു, കഴിഞ്ഞ ബുധനാഴ്ച അവർ മരിച്ചു. ഇതാ വീണ്ടും അടുത്തൊരു ബുധനാഴ്ച വരാൻ പോകുന്നു. മീത്തബൈ ജബ്ബാർ മുസ്ലിയാർ വഫാത്തായി. ഇവരൊക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിലുള്ള എണ്ണം പറയുന്ന മനുഷ്യന്മാരാണ്. പകരം വെക്കാൻ ആളില്ലാത്ത വിധത്തിൽ വലിയ വലിയ മനുഷ്യന്മാരാണ്. 1 അവർ സാലിഹീങ്ങളാണ്, 2 അവർ സ്വാദിഖീങ്ങളാണ്, 3 അവർ മിസ്കീന്മാരാണ്, 4 അവർ ഖാലിഈങ്ങളാണ്, 5 അവർ മുതവാലിഈങ്ങളാണ്. അവർ വളരെ വിനയത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞ ആളുകളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പോയ മഹാനായ വടുതല മൂസ മൗലാന 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. വലിയ മഹാനാണ്, വലിയ ഫഖീഹാണ്, വലിയ മുഹദ്ദിസാണ്, വലിയ മഹാനാണ്. അതാ വീണ്ടും വടക്കൻ കേരളത്തിലും കർണാടകത്തിലും ഒരു ലക്ഷണമൊത്ത ആലിമാണ് ബഹുമാനപ്പെട്ട മിത്തബൈൽ ജബ്ബാർ മുസ്ലിയാർ. ഈ രാത്രി അദ്ദേഹം മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരു ഫാത്തിഹ ഓതിയ സാലിഹ്യങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയാൽ മുസ്തഫായ നബിക്കും ബഹുമാനപ്പെട്ട മീത്തബൈൽ ജബ്ബാർ മുസ്ലിയാർക്കും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. പിന്നീട് അല്ലാഹു ഓതിയ ഫാത്തിഹ നമ്മളിൽ നിന്ന് കബൂലാക്കി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഹബീബിന് അല്ലാഹു വസീലത്തും ഫളത്തും നൽകട്ടെ. ഹബീബിൻ്റെ ഇഷ്ടപ്പെട്ട അനുയായികൾ ഹബീബിൻ്റെ ഹഖ് കൊണ്ട് നമ്മൾ അല്ലാഹു ചേർത്ത് തരട്ടെ. നമ്മളെ അല്ലാഹു ഖൽബ് തുറന്നു തരട്ടെ. ഹബീബിൻ്റെ ഇഷ്ടപ്പെട്ട അനുയായികൾ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. നമ്മളിൽ വരുന്ന തെറ്റ് കുറ്റം ഹബീബിൻ്റെ ഹഖ് ജാഹ് ബറക്കത്തുണ്ട് പുറത്തു തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന
ഈ രാത്രി മരണപ്പെട്ട മീത്തബയൽ ജബ്ബാർ മുസ്ലിയാർ ഇവർ അള്ളാഹു അവരുടെ ഹദ്റത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കട്ടെ. അവരുടെ റൂഹ് അള്ളാഹു എല്ലിയീനിൽ സ്വീകരിക്കട്ടെ. എല്ലിയീനിൽ അള്ളാഹു അവരുടെ റൂഹിനെ സ്വീകരിക്കട്ടെ. എല്ലിയീനിൽ അള്ളാഹു അവരെ സ്വീകരിക്കട്ടെ. എല്ലിയീനിൽ അള്ളാഹു അവരെ സ്വീകരിക്കട്ടെ. എല്ലിയീനിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമുക്ക് വെളിച്ചം കാട്ടിത്തരുന്ന ഒരുപാട് മഹാന്മാരായ ഉസ്താദുമാർ ഇപ്പോഴുമുണ്ട്. അവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മൾ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്ത് കിഴക്കും പടിഞ്ഞാറും ഇവിടെയുമുണ്ട്. ചെപ്പാരപ്പടവിലുമുണ്ട്, പലയിടത്തുമുണ്ട്. ചെപ്പാരപ്പടവിലുമുണ്ട്. ബഹുമാനപ്പെട്ട ചെപ്പാരപ്പട ഉസ്താദ് അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. അള്ളാഹു തആല അവരുടെയൊക്കെ ദറജയേറ്റി കൊടുക്കുകയും അള്ളാഹു അവരുടെയൊക്കെ അമലുകളെ സ്വീകരിക്കുകയും അവരുടെ നേതൃത്വം ഒരുപാട് കാലം ഈ സമുദായത്തിന് അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങൾ സവിസ്തരം ഒരു ഉദ്ഘാടകൻ്റെ ഉദ്ഘാടനം എന്നതിനപ്പുറം വളരെ സവിസ്തരമായിട്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദീർഘമായ പ്രസംഗമൊന്നും നടത്തേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റഹിമഹുല്ലാ എന്നുള്ളത് കിബ്രീത്തുൽ അഹ്മർ പോലെയുള്ള ഒരു മഹാനാണ്. ചുവന്ന ഗന്ധകം പോലെയാണ് ശംസുൽ ഉലമ. ഒരാൾക്ക് ആകാൻ കഴിയാത്ത സ്ഥാനങ്ങളുണ്ടാവും ചിലപ്പോൾ, ആകാൻ കഴിയുന്ന സ്ഥാനങ്ങളും ഉണ്ടാവും ചിലപ്പോൾ ആകാൻ കഴിയുന്നതുമുണ്ട്, ചിലപ്പോൾ ആകാൻ കഴിയാത്തവരുമുണ്ട്. അങ്ങനെയൊക്കെ പല ഔലിയാക്കളുമുണ്ട്. മജ്ദൂബീങ്ങളായ ഔലിയാക്കന്മാരുണ്ട്. കാമിലായ ശരീഅത്തിൽ ലാഹിറായ ഹുക്മിൽ പ്രത്യക്ഷത്തിൽ സാധാരണക്കാരൻ എന്ന് തോന്നുന്ന ഔലിയാക്കളുണ്ട്. ഇൽമിൻ്റെ ഔലിയാക്കളുണ്ട്, അമലിൻ്റെ ഔലിയാക്കളുണ്ട്. മഫ്തൂഹിങ്ങളായ ഔലിയാക്കന്മാരുണ്ട്, ഹുമൂലിൽ ഔലിയാക്കന്മാരുണ്ട്, ലാഹിറിൽ ഔലിയാക്കന്മാരുണ്ട്. ഇങ്ങനെ പല സൈസാണ് അള്ളാൻ്റെ ഔലിയാക്കന്മാർ. ചികിത്സിക്കുന്ന ഔലിയാക്കന്മാരുണ്ട്. അവരെ കാണുന്നത് തന്നെ ചികിത്സയാണ്. അങ്ങനത്തെ ഔലിയാക്കന്മാരുണ്ട്. ചില ചികിത്സിച്ച് കൊണ്ട് വലിയാവും അവർ ചികിത്സിക്കും. ചിലരെ കാണുന്നത് തന്നെ റൂഹിനും ശരീരത്തിനും ചികിത്സയായിരിക്കും. അങ്ങനത്തെ ആളുകളുണ്ട്. അവരെ കണ്ടാൽ തന്നെ അള്ളാഹിനെ ഓർമ്മ വരും. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. ചില ആളുകൾ അവർ ജന്മം കൊണ്ട് സാധാരണക്കാരായ കുടുംബത്തിൽ ജനിക്കും. പക്ഷേ അവർ കർമ്മം കൊണ്ട് വലിയ ആളുകളായി മാറും. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അള്ളാഹു നവ്വർ അല്ലാഹു മർഖദ എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാണ്, ഒരു സാലിഹായ മനുഷ്യനാണ്. അള്ളാഹു തആല അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. മനസ്സ് തുറന്ന ആമീൻ പറയും. അള്ളാഹു തആല അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. സാലിഹായ മനുഷ്യനാണ്. അതായത് ഒരു മുത്തബിഉ സുന്നത്താണ്. അള്ളാഹിൻ്റെ ഒരു ഖൈഫാണ്. അള്ളാഹ് എന്ന് പറയുമ്പോഴത്തിന് പേടിച്ചാണ് നിന്ന ഒരാളാണ്. അങ്ങനെ ഒരാളാണ്. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്. അതൊരു വകുപ്പാണ്. സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ ജനിച്ചു. പിന്നെ അങ്ങോട്ട് ജുഹുദ് ചെയ്തു. രാവും പകലും പണിയെടുത്തിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയെ മൻ അമില ബിമാ അലിമ അല്ലമഹു അല്ലാഹു മാ ലം അബ്ദിന്റെ മർത്തബ ൂറിന്റെ മർത്തബയാണ്. വഫലത്തിൽ അബ്ദിയത്ത് വരൂല. അശ്രദ്ധൻ അശ്രദ്ധനെ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവിടെ ആക്ഷേപിച്ചു. ഒരു ഭാഗത്തിൽ ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അശ്രദ്ധന്മാരായ ആളുകൾ. അപ്പോൾ അശ്രദ്ധൻ വെറുതെ നിസ്കരിച്ചതുകൊണ്ട് ആബിദാവൂല. ഷുഊറാണ് അടിസ്ഥാനം. ഞാൻ ബോധം. അത് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ബോധം, ഒരു ബോധം ഉണ്ടാവുക. വെറുതെ നിസ്കരിച്ചുകൊണ്ട് ആബിദാവോ ഇല്ല. നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് ആബിദാകാതിരിക്കോ അതുമില്ല. ചിന്തിക്കുക.
പ്രത്യക്ഷത്തിൽ ഒരു അബ്ദ് നിസ്കരിക്കണമെന്നും കാണില്ല. എന്നാൽ അബ്ദ് വളരെ ചിന്തിക്കണം. അള്ളാന്റെ ഔലിയാക്കന്മാര് നിസ്കരിക്കുകയില്ല എന്നീ പറഞ്ഞതിന് മാനയുമില്ല. അവര് അള്ളാന്റെ അബ്ദുകളാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ നിസ്കാരം കാണാത്ത മജ്ദൂബീങ്ങളും അവരിൽ ഉണ്ടാകാം. ബഹുമാനപ്പെട്ട CM വലിയുള്ളാനെ പോലെ ഇവരിലെല്ലാം ഒരു ബോധം നിലനിൽക്കും. അതാണ് അബ്ദിയത്തിന്റെ ബോധം. ഞാൻ അബ്ദാണ് എന്ന ബോധം. അബ്ദിനാണ് ഖുർആൻ കൊടുത്തത്, റസൂലിനല്ല. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ റസൂലിനാ എന്നല്ല, നസ്സൽനാ അലാ അബ്ദിനാ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ അബ്ദിനാ ഖുർആൻ കൊടുത്തത്. അബ്ദ് അടിമ, ഇതാണ് അടിസ്ഥാന ബോധം. ഇതേ റസൂലല്ലേ? ആണ്. പക്ഷെ അബ്ദിയത്തിന് മർത്തബ റസൂലി എന്ന അതിനേക്കാൾ വലിയ മർത്തബയാണ് അബ്ദിന്റെ. അതുകൊണ്ടാണ് അന അബ്ദുഹു വറസൂലുഹു, അന റസൂലുഹു വഅബ്ദുഹു എന്ന റിവായത്ത് കാണില്ല. അന അബ്ദുഹു വറസൂലുഹു. അബ്ദിനെ മുന്തിക്കും. ആകാശത്ത് കൊണ്ടുപോയടത്തും റസൂലിനെ അല്ല പറഞ്ഞത്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദി, അബ്ദിനെയാണ് ആകാശത്ത് കൊണ്ടുപോയത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് പല കോലമുണ്ട്. അത്തിപ്പറ്റ വരെയും കുട്ടിയായിരുന്നു. അതെന്താണ്? അത് അടിസ്ഥാന ബോധമുണ്ട്. വലിയ ഒരു ഫഖീഹാണോ? അല്ല. വലിയ ഒരു മുദരിസാണോ? അല്ല. പിന്നെന്തുണ്ട്? ഞാൻ അള്ളാന്റെ അടിമയെന്ന് ബോധമുണ്ട്. അതെന്നെ അസ്സലുലായിട്ടാണ്. പിന്നെ ജുഹൂദ് ചെയ്ത് പണി അങ്ങോട്ട് എടുത്തു. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹ് അല്ലാഹുവിന്റെ അബ്ദാണ്. അല്ലാഹുവിന്റെ വലിയാണ്. വലിയ മഖാം എത്തിച്ച മഹാനാണ്. പക്ഷെ അവർ മജ്ദൂബാണ്. അവർ പ്രത്യക്ഷത്തിൽ അവരുടെ അമലിൽ പ്രത്യക്ഷ ശരീഅത്ത് കാണപ്പെടുന്ന അവസ്ഥയും കാണപ്പെടാത്ത അവസ്ഥയും ഉണ്ട്. പക്ഷേ എന്നാൽ അതിനേക്കാൾ വലിയ മർത്തബയാണ് എന്ത്? കാമിലായ ശരീഅത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഹഖീഖത്തിന്റെ ബഹറിൽ പ്രവേശിക്കുക. അത് ഉലമാഇന്റെ മർത്തബയാണ്. അവരാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ. അവർക്ക് മൂന്നവസ്ഥയുണ്ടാവും. അവർക്ക് ത്വരീഖത്തുണ്ടാവും, ഹഖീഖത്തുണ്ടാവും, മാരിഫത്തുണ്ടാവും. എന്നാൽ കാമിലായ ശരീഅത്തിൽ നിന്ന് അവർ കാല് പറിച്ചെടുക്കൂല. അതിന് ഉദാഹരണമാണ് ശൈഖുനാ ശംസുൽ ഉലമാ റഹ്മഹുല്ലാഹ്. ഉറക്കൾ പറഞ്ഞാൽ അവരെന്നാ ഒരു പേരുച്ചരിച്ചാൽ പോലും അതൊരു ദിക്റാണ്. മഹാന്മാരെ പേരുച്ചരിച്ചാൽ ദിക്റാണ്. മഹാന്മാരുടെ പേര് ഉച്ചരിച്ചാൽ അത് ദിക്റാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മഹാന്മാരെ പേര് പറഞ്ഞാൽ മതി, അത് ദിക്റാണ്. എന്തുകൊണ്ട്? അവർ യഥാർത്ഥ വാരിസുൻ നബിയാണ്, വാരിസുൻ നബിയാണ്, വാരിസുൻ റസൂലാണ്, വാരിസുൻ നബിയാണ്. എന്തുകൊണ്ട്? കാലഘട്ടത്തിന്റെ തഹദ്ദിയാത്തുകൾ അധികരിക്കുമ്പോൾ അള്ളാഹു ഇങ്ങനെയുള്ള ആളെ പറഞ്ഞേക്കും. അതിൽ ഉദാഹരണങ്ങളായവരുണ്ട്, ഉദാഹരണങ്ങളാകാത്തവരുണ്ട്. ശംസുൽ ഉലമ ഉദാഹരണമല്ല. ശംസുൽ ഉലമ എന്ന മഹാൻ ഒരു ഉദാഹരണമല്ല. കണ്ണിയത്ത് ഒരു ഉദാഹരണമാണ്. എന്താ കണ്ണിയത്തും ശംസുൽ ഉലമയും വ്യത്യാസം? ശംസുൽ ഉലമ എന്നത് ഒരു ഉദാഹരണമല്ല. എന്താണ് ഞാൻ ഉദാഹരണമല്ല എന്ന് പറയാൻ കാരണം? അവർ തികച്ചും മുവഫഖായ ഒരാളാണ്. എല്ലാം മൗഹിബത്താണ്. അങ്ങനെ ഒരു സ്ഥാനം ഒരാൾക്ക് അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുകയില്ല. അത് വാഫിറായ അല്ലാഹ്, അതായത് കത്തിപ്രകാശിക്കുന്ന ബുദ്ധി. അതൊരാൾക്ക് രാവും പകലും നിസ്കരിച്ചുകൊണ്ട് നേടാൻ കഴിയുന്ന സംഗതിയല്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ചിന്തിക്കണം. അത്തിപ്പറ്റ മേരി കുട്ടിയുടെ മർത്തബ അധ്വാനിച്ചാൽ നേടിയെടുക്കാൻ കഴിയും. ശംസുലമയുടെ മർത്തബ അധ്വാനിച്ച് നേടിയെടുക്കാൻ കഴിയില്ല. കണ്യാൽ അബ്ദുല്ലാജിന്റെ മർത്തബ അധ്വാനിച്ച് നേടിയെടുക്കാൻ കഴിയൂല. അത് വാഫിറായ അല്ലാഹ്. CMന്റെ മർത്തബ അധ്വാനിച്ച് നേടിയെടുക്കാൻ കഴിയില്ല, വാഫിറായ അല്ലാഹ്. പക്ഷേ അവർ മജ്ദൂബാണ്. ഈ പറയപ്പെട്ട മറ്റുള്ളവർ അവരെക്കാൾ മേലെയാണ്. എന്നാൽ അവർ മഹാനല്ലേ? തീർച്ചയായും മഹാനാണ്. വളരെ ചിന്തിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെ ആദരിച്ചതാണ് ഈ മനുഷ്യന്മാരെയൊക്കെ തന്നെ. നമ്മളെ നാട്ടിൽ കേറ്റാക്ക മാത്രം മഹാന്മാരായ ആളുകളുണ്ട്.
അത്രയും വലിയ മഹാന്മാരുണ്ട്. അവരെ ഷറഫ് നാട്ടിൽ കേറ്റാൽ മാത്രമുണ്ട്, ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ മാത്രമുണ്ട്. അത്രയും വലിയ നാടാണ് ഈ നാട്. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തട്ടെ. പിന്നെ ഇതൊന്നും മനസ്സിലാകാത്ത വിഡ്ഢികളുണ്ട്, അവർക്ക് അള്ളാഹു തആല ബോധം കൊടുക്കട്ടെ എന്ന് ദ്വാരക്കാം. നമ്മളെന്ത് ചെയ്യും? മുഅ്മിനെ ചിന്തിക്കണം. എല്ലാം കൂടെ ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെയല്ല, എല്ലാരെയും ആകാൻ കഴിയുമെന്ന് വിചാരിച്ച. അതുകൊണ്ടാണ് കണ്ണിയത്ത് ഒരു ഉദാഹരണമാണ്, ശംസുൽ ഉലമ ഉദാഹരണമല്ല. കണ്ണിയത്തിന്റെ പ്രത്യേകത എന്താണ്? അവര് വളരെ കമിലായ ശരീഅത്തിന്റെ ആലിമാണ്. തൗഫീഖല്ലേ, എല്ലാം തൗഫീഖായ എന്ന നിലക്ക് തൗഫീഖാണെങ്കിലും ഒരാൾക്ക് അത് നേടിയെടുക്കാൻ കഴിയുന്ന മർത്തബയാണ്. കാമിലായ ആലിമാവുകയും അതോടുകൂടെ തന്നെ ആമിലും ഖായിഫുമാവുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർ കാമിലായ വലിയുമായിരിക്കും. എന്തുകൊണ്ട്? ഇൽമിന്റെ കമാലിയത്തിനെയും അമലിന്റെ ഇഖ്ലാസിനെയും എത്തിച്ചത് കൊണ്ടുള്ള വിലായത്ത് അതുണ്ടാവും. من أخلص لله 40 صباحا ظهرت ينابيع الحكمة من قلبه على لسانه. ഇതിനെ ആഖിലാകേണ്ട ആവശ്യമില്ല. 40 ദിവസം ഒരു മനുഷ്യന് അള്ളാഹ്ക്ക് വേണ്ടി മുഖ്ലിസായ മനുഷ്യനായാൽ പിന്നെ അയാൾ പൊട്ടത്തരം സംസാരിക്കുകയില്ല, പിന്നെ അയാൾ ഹിക്മത്തല്ലാതെ സംസാരിക്കുകയില്ല. അതിന് അതിബുദ്ധിമാനാകേണ്ട ആവശ്യമില്ല. അള്ളാഹു ആ മനുഷ്യനെ ഈ ഒരു ഇഖ്ലാസ് കൊണ്ട് തന്നെ എല്ലാ അനാവശ്യങ്ങളിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. കണ്ണിയത്ത് വലിയല്ലേ? വലിയാണ്. പക്ഷെ ആ വിലായത്ത് എന്താണ്? ആ വിലായത്ത് കാമിലായ ആലിമുമാണ്, ആമിലുമാണ്. അപ്പോൾ ഒരു വിലായത്ത് ഉണ്ടാവും. അതേതാ വിലായത്ത്? ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുൻ. ആലിമു വലിയ അല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാളില്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. കണ്ണിയത്തിന്റെ വിലായത്താണ്. എന്നാ വലിയ ആളല്ലേ? വലിയ ആളാണ്, വലിയ ആളാണ്. ഇൽമിൽ വലിയ മഹാനാണ്, ഫിഖ്ഹിൽ വലിയ സൂക്ഷ്മതയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മതയുമാണ്. അതുണ്ടായാൽ തന്നെ മനുഷ്യൻ ആമിലുമാണ്, ആലിമുമാണ്. എങ്കിൽ പിന്നെ ഖായിഫിന്റെ മർത്തബ പറയും വേണ്ട. ആലിമ് പടച്ചോനെ പേടിക്കണമെന്ന് പറയേണ്ടതില്ല. എന്തുകൊണ്ട്? പടച്ചോനെ പേടിക്കാത്തോൻ ആലിമന്നാവൂല. വിവരണ്ട്, പടച്ചോനെ പേടിയില്ല എങ്കിൽ ആലിമല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കം പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആലിമ് പടച്ചോനെ പേടിക്കണം എന്ന് പറയേണ്ട ആവശ്യമല്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. എല്ലാവരും കൂടെ യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ ഹബീബ് പരിശുദ്ധ ആയത്തിറങ്ങി. എല്ലാവരും കൂടി യുദ്ധത്തിന് ഇറങ്ങാൻ പാടില്ല. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും കുറച്ചാളുകളെങ്കിലും ഇൽമു പഠിക്കണം. ഫലൗലാ നഫറ, നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ ലിയതഫഖഹു ഫിദ്ദീൻ. എല്ലാവരും യുദ്ധത്തിന് പോകാൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ ലിയതഫഖഹു ഫിദ്ദീൻ. എല്ലാവരും കൂടെ യുദ്ധത്തിന് പോകാൻ പാടില്ല. എന്ത് ചെയ്യണം? ഇൽമു പഠിക്കണം. ഇൽമു പഠിക്കണം എന്തിനാ? വലിയുൻദിറു ഖൗമഹും, ജനങ്ങളെ പേടിപ്പിക്കണം, ജനങ്ങളെ താക്കീത് ചെയ്തു കൊടുക്കണം, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കൊടുക്കണം, ജനങ്ങളെ പേടിപ്പിക്കണം. ജനങ്ങളെ പേടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ, അവര് പേടിക്കണം എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവര് പേടിച്ചിട്ടില്ലെങ്കിൽ അവർ ആരെന്നെ അല്ല. എന്തോ ഒരു വർത്താനാണ് പഠിച്ചോ. അവര് ജനങ്ങളെ പേടിപ്പിക്കണം എന്നാ പറഞ്ഞത്, അവര് പേടിക്കണം എന്ന് പറഞ്ഞതില്ല. എന്തുകൊണ്ട്? അവര് പേടിച്ചിട്ടില്ലെങ്കിൽ അവർ ആരല്ല? ആലിമല്ല. പടച്ചോനെ പേടില്ലെങ്കിൽ ആലിമല്ല. പടച്ചോനെ പേടിയില്ലെങ്കിൽ ഇൽമുണ്ടായ കെൽബല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? വിവരണ്ട്.
فأتبعه الشيطان فكان من الغاوين ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب. പഠിച്ചോൻ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പഠിച്ചോനെ പേടില്ലാത്ത ഇൽമല്ല. അതിന് ഇൽമനെ അറിയില്ല. ഇൽമിനൊരു വിലയില്ല, ഒരു വിലയില്ല. അത് ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ നിന്റെ തലയെ കൊടുത്ത് ചാടിയിരുന്നു കുറച്ച് കാലം. അത് ഞാൻ പിന്നെയും പറയാണ്, ഞാൻ നാവ് വെച്ച് പറഞ്ഞല്ല, നിങ്ങൾക്കാണ് അന്തല്ലാത്ത, എനിക്കല്ലൊന്നും അന്തല്ലായ്മ വന്നിട്ടില്ല. വളരെ സത്യം പറഞ്ഞാണ്, ഇൽമിന് ഒരു വിലയുമില്ല. പടച്ചോനെ പേടില്ലെങ്കിൽ ഇൽമ ഇബിലീസിൻ്റെ ആവരണമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പടച്ചോനെ പേടിയില്ലെങ്കിൽ അത് ഇബിലീസിൻ്റെ ഫിത്നക്ക് ഉപകരിക്കുന്നല്ലാതെ എന്ത്. ഇബിലീസ് ആലിമല്ലേ, ഇബിലീസ് ആലിമല്ലേ, ഇബിലീസ് ആലിമല്ലേ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇബിലീസ് ആലിമല്ലേ, പക്ഷെ അവൻ എന്തില്ല പറയും, എന്തില്ല, പടച്ചോനെ പേടിയില്ല. ഇബിലീസിന് ആരെങ്കിലും ആലിമറിയില്ല? ആലിമല്ലേ ഇബ്ലീസ്. അവന്റെ അധ്വാനം കൊണ്ട് സ്വാറ റഫീഖ ഖാസിനിൽ ജന്ന അൽഫസന, 1000 കൊല്ലം സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിളവാന്റെ കൂട്ടുകാരനായി അത്രയും വലിയ ആളായി മാറി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു നമ്മളെ അറിവില്ലേ? ഉണ്ട്, പക്ഷെ എന്തില്ല, പടച്ചോനെ പേടില്ല. അപ്പോൾ അള്ളാനെ പേടി ആലിമിന്റെ കാര്യത്തിൽ പറയേണ്ടതില്ല. അള്ളാനെ പേടില്ലാത്ത ആലിം ആലിമല്ല. ഏത് ആലിമല്ല, ഇവിടെ ശരീഅത്തിൽ പറയുന്ന നബുവത്തിന്റെ ഇൽമിൽ പറയുന്ന ആലിമല്ല. അല്ലാത്തതിനിപ്പോ നമ്മളെ ആലിമെന്ന് പറയില്ലല്ലോ. ഇപ്പൊ മൈക്കുണ്ടാക്കാൻ പഠിച്ചു ഒരാള്, ഓൻ ആലിമെന്ന് പറയും, ഓനെ വിവരല്ലേ? എന്തോ ഒരു ഇരുത്താണല്ലോ ഈ ഇരിക്കണ മനുഷ്യന്മാര്. നിങ്ങൾക്ക് നേരം വൈകിയ ഇയാൾ തുടങ്ങിയത് തന്നെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? പറയും മനുഷ്യന്മാരെ, ഇതിപ്പോ ചെറിയ വിവരാണോ? ഒരാൾ മൈക്കുണ്ടാക്കാൻ പഠിച്ചു, മോശാണോ? ഇല്ല. പക്ഷെ മൈക്കക്കാരൻ ആലിമെന്ന് പറയാറില്ല. ഒരാൾ ഫ്ലാസ്ക് ഉണ്ടാക്കാൻ പഠിച്ചു, ഭയങ്കര കാര്യല്ലേ. ഈ ജാതി തണുപ്പത്ത് ചൂട് പോകാതെ 12 മണിക്കൂർ വെള്ളത്തിനെ നിലനിർത്താൻ കഴിയാന്ന് പറഞ്ഞാൽ ചെറിയവരാണോ അത്? പക്ഷെ എന്ത് പറയല്ല, ആലിമുൽ ഫ്ലാസ്കി, ആലിമുൽ ഫ്ലാസ്കി, ആലിമുൽ മൈക്കി അങ്ങനെ പറയാറില്ല. ഒരാൾ വിമാനം പറപ്പിക്കാൻ പഠിച്ചു, അവനെ പൈലറ്റ് എന്ന് പറയാ, ആലിം എന്ന് പറയാറില്ല. നാദര അറിവല്ലേ? ആണ്, പക്ഷെ ആലിം എന്ന് പറയില്ല. എന്തുകൊണ്ട്? പടച്ചോനെ പേടിക്കുകയും പേടിപ്പിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന അറിവേ ആലിം എന്ന് ഇസ്തിലാഹിൽ പറയുന്ന അറിവാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റൊക്കെ ചില വിവരമാണ്, അതിന് വിവരം എന്ന് അറിയില്ല. അതൊക്കെ ഒരു ഭൂഷണകരമായ കാര്യങ്ങളാണ്. അതിന് ആലിം എന്ന് പറയില്ല, അതിന് ആലിം എന്ന് പറയുകയില്ല. വര നിരീക്ഷണ ശാസ്ത്രം പഠിച്ചു, ആലിം എന്ന് പറയുമോ? അല്ല. എന്നാ ചെറിയ വിവരാണോ? അല്ല, പക്ഷെ അവൻ ആലിം എന്ന് പറയില്ല. ചിന്തിക്ക്. അല്ലാഹുവിനെ പേടിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇൽമുണ്ടായതുകൊണ്ട് ആലിമാവുകയില്ല. ഇൽമുണ്ടായതുകൊണ്ട് ശരീഅത്തിൽ പറഞ്ഞ ആലിമാവുകയില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ അവൻ വിട്ടിയല്ല, പമ്പര വിട്ടിയാണ്. വെറുതെ വിവരണ്ടായാൽ ആലിമാകുമെന്ന് വിചാരിച്ചാലോ വിട്ടിയുമല്ല, അവൻ പമ്പര വിട്ടിയേക്കാൾ വിട്ടിയാണ്. അങ്ങനെ അറിവ് കേവലം അറിവല്ല. വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. പടച്ചോനെ പേടി എന്നത് ഉപകാരത്തിന്റെ അടിസ്ഥാനാണ്. ഉപകാരം ഇൽമു നാഫിയാകുക എന്ന ഉപകാരത്തിന്റെ അടിസ്ഥാനം ഖശിയത്താണ്. പടച്ചോനെ പേടിയാണ് അതിന്റെ അടിസ്ഥാനം. അല്ലാഹു തആല അവനെ പേടിക്കുന്നവരിൽ നമ്മെ പെടുത്തട്ടെ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. ആദ്യം എന്ത് പറഞ്ഞു? ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫിഹാ ഉലൈക ഹും
ഷർറുൽ ബരിയ ഏറ്റവും മോശപ്പെട്ടവര് മുശ്രിക്കീങ്ങളാണ് എന്ന് പറഞ്ഞു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ എന്ത് പറഞ്ഞു? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. ഈമാനും അമലുള്ളവർ ഏറ്റവും മുന്തിയവരാണെന്ന് പറഞ്ഞു. അവർ ഏറ്റവും നല്ലവരാണ്. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. ഓതി മനുഷ്യന്മാരെ റളിയല്ലാഹു അൻഹും വറളു അൻഹു. എന്നിട്ട് മൊത്തം ഒരു വർത്താനാണ് പറഞ്ഞു. ദാലിക ലിമൻ ഖശിയ റബ്ബ. ഈ പറഞ്ഞൊക്കെ പടച്ചോനെ പേടിക്കുന്നവർക്ക് ബാധകാവുള്ളൂ. മൂല്യരെന്നെ ആണ്ട മുഅ്മിനെന്നെ ആണെങ്കിൽ പടച്ചോനെ പേടിക്കണം. പിന്നെ മൂല്യരാണ് കാര്യം പറയേണ്ടതുണ്ട്. നമുക്ക് പറയുന്നത് മനസ്സിലായോ? സമസ്ത കേരളമേത്തുലമ്മയുടെ മദ്ഹബ് അനുസരിച്ചാണ് നമ്മളെ പോക്ക്, നമ്മളെ വീക്ഷണമാണ് പറയുന്നത്. വേറെ പല ആളുകളുണ്ടാവും, അവരെ വീക്ഷണം പടർത്താനല്ല. സമസ്തയിൽ പടച്ചോനെ പേടിയുള്ളവരെ ആലിമെന്ന് പറയുള്ളൂ. പടച്ചോനെ പേടില്ലാത്തവരെ ആലിമായി പരിഗണിക്കൂല. അവർക്ക് ഇൽമും കൂടി ഉണ്ടായാൽ അവർക്ക് വിലായത്തിന്റെ മർത്തബ, അസിൽ വിലായത്തിന്റെ മർത്തബയായി. നക്ഷത്രത്തിന് എണ്ണാൻ അവർക്ക് അറിഞ്ഞോളന്നൊന്നുമില്ല. അസിൽ വിലായത്ത് മതി. ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയ്യുൻ. എന്നാൽ അവരിൽ പിന്നെ അള്ളാഹു ചില ആളുകൾക്ക് ബമ്പം ഭാഗ്യം കൊടുക്കും. അവർക്ക് നക്ഷത്രത്തിനെയും അതിന്റെ അപ്പുറം എണ്ണാൻ കഴിയും. അങ്ങനത്തെ ഒരു ഇന്നുണ്ടാവും. ഉണ്ടായിട്ടില്ലെങ്കിൽ പൊളിഞ്ഞോടും. നക്ഷത്രത്തിന്റെ എണ്ണം അറിയാൻ നാസക്കറിയൂല. പക്ഷേ നക്ഷത്രത്തിന്റെ എണ്ണം അറിയുന്ന ഒരാൾ ഇന്നില്ലെങ്കിൽ ഇത് പൊളിഞ്ഞാടും. അറിയും. എന്തുകൊണ്ട്? അവര് പറ്റാത്ത ഉറവയുള്ള ഒന്നുമ്മലേക്ക് അവരെ കരണ്ട് പിടിപ്പിച്ചിട്ടുണ്ടാവും. കരണ്ട് പോണ സൈസ് പള്ളിയുണ്ട്, കരണ്ട് പോകാത്ത പള്ളിയുണ്ട്. കരണ്ട് പോകാത്ത സ്ഥലം ഉണ്ടാവണല്ലോ. കരണ്ട് പോകാത്ത സ്ഥലം ഉണ്ടാവണ്ടേ? കരണ്ട് പോകാത്ത സ്ഥലമുണ്ടാകണം. കരണ്ട് പോകാത്ത സ്ഥലത്തേക്ക് വള്ളി പിടിപ്പിച്ചാല് പിന്നെ അവരെ കരണ്ട് അവിടുന്നാണ് എടുത്തതെങ്കിൽ അവരെ കരണ്ട് പോവുകയില്ല. ലികുല്ലി വലില്ലഹു ഖൽബുൻ വഇന്നി വഖൽബി അലാ ഖൽബിൻ നബി ദിസ്സനാഇ. ഗൗസുൽ ആലം പറഞ്ഞു റളിയല്ലാഹു അൻഹു. എന്താ ഗൗസുൽ ആലം പറഞ്ഞത്? ലികുല്ലി വലില്ലഹു ഖൽബുൻ വഖൽബി അലാ ഖൽബിൻ നബി ദിസ്സനാഇ. എൻ്റെ കൽബ്, ഞാന് ഒരു വലിയ കൽബുണ്ടാകും. എൻ്റെ കൽബോ, എൻ്റെ കൽബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൽബുമ്മ തട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറങ്ങൂല. ഞാൻ ഉറങ്ങിയാലും ഉറങ്ങൂല. എന്ത് കൽബൻ ഇന്നലഹു കൽബൻ ഇദാ നാമത്തിൽ ഐനാൻ ലം യനമി. കണ്ണുറങ്ങിയാലും കൽബുറങ്ങാത്ത കൽബുമ്മലാണ് എൻ്റെ കൽബ് വെച്ചിട്ടുള്ളത് എന്ന് ഗൗസുൽ ആലം പറഞ്ഞു. അപ്പോൾ ഗൗസുൽ ആലമിനെ പ്രത്യക്ഷത്തിലെ ഉറക്കേണ്ടാവുള്ളൂ, പരോക്ഷത്തിലെ ഉറക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തേ? കറണ്ട് പോകാത്തോടുന്നാണ് കമ്പിമെന്നാ എടുത്തത്, സാധാരണ ട്രാൻസ്ഫോമർമെന്നല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? മനസ്സിലായില്ലേ? ചിന്തിക്ക്. സാധാരണ ട്രാൻസ്ഫോമർ എന്നല്ല മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറണ്ട് എടുത്തത്. സാധാരണ ട്രാൻസ്ഫോമർ എന്നാണെങ്കിൽ കറണ്ട് വരും ചെയ്യും, പോവുകയും ചെയ്യും. സാധാരണ ബാങ്കിൽ പൈസ ഉണ്ടാവും ചെയ്യും, ഇല്ലാതിരിക്കുകയും ചെയ്യും. റിസർവ് ബാങ്കിൽ പൈസ ഇല്ലാതിരിക്കാൻ പറ്റും. പിന്നെ ഇന്ത്യക്ക് വല്ല വിലയുണ്ട്? മനസ്സിലായില്ല? സാധാരണ ബാങ്കിൽ പോയി പേരെഴുതി കൊടുത്ത് ടോക്കൺ ഇങ്ങനെ മണിക്കൂർ കാത്തിരിക്കുന്ന ആളുകളും ഉണ്ടാവും. റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടുകൊണ്ടിരുന്നവരുണ്ടാവും. ഇവിടെ സർക്കാർ അച്ചടിച്ച് ഇറക്കിയ 2000 നോട്ട് പ്രത്യക്ഷത്തിൽ നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ എത്തിയ പല ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയൊക്കെയാണ് പത്രങ്ങൾ എത്തിയത്. എന്തേ? അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ബന്ധമുണ്ടാവും. എല്ലാവർക്കും ഇങ്ങനെ ടോക്കൺ കൈ പിടിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വയ്യും ഒന്നല്ല. ഞാനും ഹൈദർ ലിശിയാബുദങ്ങളും കൂടെ വയലിന് പോയി. ഉദ്ഘാടനം ഹൈദർ ലിശിയാബുദങ്ങൾ വയലിൽ ഞാൻ ദുബായിലേക്ക് 4-5 കൊല്ലം മുമ്പ്. അങ്ങനെ രണ്ടാൾക്കൊരു ഫ്ലൈറ്റ്
എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് രണ്ടാളും കൂടി പോകുന്നു. സമയം ആയി, തങ്ങൾ വന്നില്ല. ഞാൻ അവിടെ എൻ്റെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. പിന്നെ എൻ്റെ എമിഗ്രേഷനും കഴിഞ്ഞു. ഞാനങ്ങനെ ഇരുന്ന് കാത്തു. പിന്നെ തങ്ങൾ വന്നില്ല. അപ്പോൾ എനിക്ക് വിഷമായി, ബേജാറായി. പടച്ചോനെ, ഇനിയിപ്പോൾ ഞാനൊറ്റക്ക് അവിടെ പോയി ഇറങ്ങിയാൽ എൻ്റെ ജലദോഷം, വിമാനത്തിൽ പോയി ജലദോഷം പിടിച്ച് തിരിച്ചു പോരുക എന്നല്ലാതെ പരിപാടി നടക്കൂലല്ലോ റബ്ബേ. ഒരു വിമാനത്തിൽ യാത്ര ദുബായി പോയി വരിക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ലല്ലോ, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്തായിപ്പോയി റബ്ബേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ബേജാറായി. തങ്ങൾ വന്നതന്നില്ല. അവസാനം വിമാനത്തിൽ കയറണ കൗണ്ടർ തുറന്നു. ഓരോരുത്തർ കയറി. ഞാൻ എണീറ്റില്ല. ഞാൻ തങ്ങൾ വരുമ്പോൾ ഒന്നിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ കുത്തിരുന്ന്. തങ്ങൾ നേരം വൈകിയാലും വരും ഞാൻ വിചാരിച്ച്. അവസാനത്തെ പുളിയാളവും ഉണ്ടായി. ഇതാ ബോർഡിംഗ് പാസ് കയറുന്നവര് കയറിക്കോളി, ലാസ്റ്റാണ്, കൗണ്ടർ അടക്കാൻ പോവാണ്. മനസ്സോടെ ഞാൻ ബോർഡിംഗ് പാസ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മനമില്ല മനസ്സോടെ ഞാൻ ഫ്ലൈറ്റിലേക്ക് പോയി. ബേജാറാണ് മനസ്സിൽ. പോയാൽ നാളെ പൊറുങ്കയോടെ മടങ്ങേണ്ടി വരും. കാരണം തങ്ങളില്ലാതെ പരിപാടി കർത്തല്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ ഫ്ലൈറ്റിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. തങ്ങളുണ്ട് നേരെ ഫ്രണ്ടിലിരുന്ന് പത്രം വായിക്കുന്നത്. എന്തേ? അത് നമ്മളെ ബാതിലല്ല, അത് സാധാരണ ബാതിലല്ല, വേറെ ബാതിലാണ്. നമ്മൾ വിചാരിച്ചു വെച്ചു വിമാനത്തിന് ഒരൊറ്റ വാതിലേ ഉള്ളൂ. അങ്ങനെയല്ല. ഖവാസിനെ കൊണ്ടുപോകാൻ വേറെ വാതിലുണ്ട്. ഓലെ വിചാരിച്ച് നമ്മളിവിടെ കാത്തിരുന്നാൽ നമ്മളിവിടെ ഹമ്മാമിൽ വാക്യാവുന്നല്ല, ഒരു കാര്യമല്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത് ചിന്തിക്കും, തല കൊടുക്ക്. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവർക്കും ഒരു വാതിലുമല്ല. നിങ്ങൾ ചിന്തിക്കണം, അള്ളാന്റെ ഔലിയാക്കന്മാർ പല ജാതിയാണ്. 20-ാം നൂറ്റാണ്ടിൽ ലക്ഷണമൊത്ത ആലിമാണ്, ലക്ഷണമൊത്ത വലിയാണ്. ഖുത്ബാനിയത്തിന്റെ മഖാമി എത്തിച്ചു എന്ന് പറയാൻ മാത്രം ശൈഖാണ്. മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്, അവർ കാമിലായ ശരീഅത്തിന്റെ രാജകളിയാണ്. അതേ സമയത്ത് ഹഖീഖത്തിന്റെ ബഹറിൽ നീന്തി തുടിച്ച മഹാനാണ്. ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും മാരിഫത്തും എല്ലാം കാമിലായ സമ്പൂർണനായ ഒരാള് 20-ാം നൂറ്റാണ്ടിൽ അങ്ങനെ വേറെ ഒരാളെ കാണുന്നില്ല. ത്വരീഖത്തിന്റെ മശായിഖന്മാരില്ലേ? ഉണ്ട്. പക്ഷെ അവർ തഹദ്ദിയാത്തിനെ നേരിട്ടിട്ടില്ല. കാലഘട്ടത്തിന്റെ വെല്ലുവിളി നേരിടണം. കാലഘട്ടത്തിന്റെ വെല്ലുവിളി നേരിടാൻ ചറബറാണ് പ്രസംഗിക്കാൻ ഇറങ്ങിയവരില്ലേ? ഉണ്ട്. പക്ഷേ അവരിൽ ചില ആളുകൾക്ക്, അവരിൽ 99-നും ഈ മാരിഫത്തിന്റെ വാതിലിനെ പറ്റി അറിയുകയില്ല. മാരിഫത്തിന്റെ ബഹറിൽ കിടന്നുറങ്ങിയവരില്ലേ? ഉണ്ട്. പക്ഷേ അവര് ലാഹിറായ ശരീഅത്തിന്റെ ഇൽമ പൂർത്തിയാക്കിയതായി ജനങ്ങൾക്ക് ഉപകാരം അവരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ശരീഅത്തിന്റെ ഇൽമ പൂർത്തിയാക്കിയവരില്ലേ? ഉണ്ട്. പക്ഷെ അവർക്ക് മാരിഫത്തിന്റെ വാതിൽ അറിയുകയില്ല. ത്വരീഖത്തിൽ പ്രവേശിച്ചവരില്ലേ? ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു പൊന്നുമോൻ എന്ന സ്ഥാനത്തേക്ക് ഉയർന്നിട്ടില്ല. എല്ലാം കൂടെ കമാലിയത്തെത്തിച്ച ആളാണ് മഹാനായ ശംസുൽ ഉലമ. അവർക്ക് ഉദാഹരണമാകാൻ കഴിയില്ല. ശംസുൽ ഉലമയെ പോലെ ഞങ്ങൾ ആയിക്കോളി എന്ന് പറയാൻ പറ്റൂല. അത് നടക്കുന്ന കാര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് അള്ളാഹു നമുക്ക് തന്ന ഒരു മുതലാണ്. അള്ളാഹുരെ മനസ്സിലാവണില്ലേ പറഞ്ഞത്? അത് വേറെ ഒരാളാണ്. അങ്ങനെ ആകൽ നടക്കൂല, നടക്കുന്ന കാര്യമല്ല. എന്നാ ഞങ്ങൾ ഒരാൾ ഉണ്ടാവൂല എന്നാണോ? ഉണ്ടാകാം. അള്ളാഹ് ഇനി ഒരു ജനതയുടെ മേൽ കനിഞ്ഞാൽ. ഇതൊരു റീഡിംഗ് ആണ്. ഇതിങ്ങനെ റീഡിങ് നടത്തുകയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാൻ മനസ്സിലാക്കണം കേട്ടോ. ഇങ്ങനെയാണ്, അല്ലാത്ത ഒരു സംഗതിയല്ല. ശംസുൽ ഉലമയെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിവരാണ്. അത് മനസ്സിലാക്കി ഇനി അവരിൽ നിന്ന് ഒരാൾ തഖല്ലുഫായാൽ അവരെ എതിർക്കുക, അവരിൽ നിന്ന് വിട്ടു നിൽക്കുക, അതൊക്കെ അവരുടെ കമ്മിയും അവരുടെ ബാപ്പാന്റെ നുഫ്തുഫത്തിന്റെ പൗർവറവുമാണ്. അല്ലാഹു കാക്കട്ടെ. അവരെ കുഴപ്പമല്ലാതെ അവരെ ബാപ്പാന്റെ ജനനേന്ദ്രിയ കൊടിയിലൂടെ പുറത്തിറങ്ങിയ ബീജത്തിന്റെ ഉഴഫാണത്. അങ്ങനെ ചില വിഷയങ്ങളുണ്ടാവും. തന്തിയും തറവാടും അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. കൈഫ നസബുഹു ഫീക്കും എന്ന് ചോദിച്ചു.
ചിന്തിക്കണം. അബൂ സുഫിയാൻ പറഞ്ഞു, എന്നെങ്കിലും എനിക്ക് നുണ അറിയാൻ കഴിയും, ഞാൻ അന്ന് പറഞ്ഞിരുന്നു. മുഹമ്മദിന്റെ തറവാട് എങ്ങനെയാണ്? ഹിർക്കൽ ചക്രവർത്തി ചോദിച്ചു, നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവണില്ലേ? അപ്പോൾ പറഞ്ഞു തറവാട്ടുകാരനാണ്. അപ്പോൾ ഹിർക്കൽ പറഞ്ഞു വക്കദാലിക്കൽ അംബിയാഉ, നബിമാരൊക്കെ അങ്ങനെയാണ്. അല്ലാഹു തആല മനസ്സിലാവണില്ലേ പറഞ്ഞത്? തന്തിയും തറവാടും വലിയ വിഷയമാണ്, തറവാട് വലിയ വിഷയമാണ്. മഹാനായ ശംസുൽ ഉലമയിൽ നിന്നൊരാൾ വിട്ടുനിന്നാൽ അതവരെ കമ്മിയാണ്. എന്തുകൊണ്ട്? അസുറിന്റെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടാൽ ആളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കമ്മിയാണ്. ആ കമ്മി എങ്ങനെ വന്നു? അല്ലാഹു ആലം. ആ കമ്മി ചിലപ്പോൾ ബാപ്പാന്റെ ബീജത്തിന്റെ കമ്മിയുമാകാം, തറവാടിത്തരത്തിന്റെ കമ്മിയാകാം, അല്ലെങ്കിൽ കുടുംബത്തിന് എന്നോ വന്ന കുരുത്തക്കേട് കാരണമാകാം. ഒരാൾ സുന്നിയായി ഒരാൾ സുന്നിയല്ല, രണ്ട് ഒരുപോലെയാണ്. നിങ്ങൾ വിചാരിക്കണ്ട എവിടെയോ ഇവനൊരു കുരുത്തക്കേട് പറ്റിയിട്ടുണ്ട്. ആർക്ക് ആർക്ക്? സുന്നി അല്ലാത്തവനൊരു കുരുത്തക്കേടുണ്ട്. എവിടെ? അല്ലാഹു അലം. അത് തപ്പാൻ നമുക്ക് അറിയൂല. എന്നാ തപ്പണ്ടവർ തപ്പിയാ കിട്ടും ചെയ്യും. തപ്പണ്ടവർ തപ്പിയാൽ ഒരാൾ മുജാഹിദായതിന്റെ കാരണം പറയും, കാരണം അറിയും. അതിന് തപ്പണ്ട എവിടെയെങ്കിലും കുഴപ്പമുണ്ടാവും, ഒരു കാരണം ഉണ്ടാവും. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ശംസുൽ ഉലമയെ പോലെയുള്ള ഒരു മഹാനെ അവരുടെ അസറിൽ അങ്ങനെ അപൂർവമായ ഒരു ആളാണ് ആള്. ആ ആള് ജനത്തെ നേരായ വഴിയിലേക്ക് നയിച്ചപ്പോൾ അതിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവന്റെ എന്തോ ഒരു കമ്മിയോനുണ്ട്. ഒരാൾ ഫാസിഖാണെന്ന് സങ്കല്പിക്ക്. ഇങ്ങോട്ട് നോക്കൂ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒരാള് പ്രത്യക്ഷത്തിൽ ഫാസിഖാണ്, തമ്മാടിയാണ്. പക്ഷേ ശംസുൽ ഉലമയെ പോലത്തെ മഹാന്മാരോട് വല്ലാത്ത ഇക്റാമുള്ള ഒരാളാണെങ്കിൽ ഫിസ്ക് അവന്റെ ഹവയുടെ ഭാഗമാണ്. ശംസുൽ ഉലമയിലേക്ക് ചേർന്നത് അവന്റെ നസഫിന്റെ മഹത്വമാണ്. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, മനസ്സിലാവണില്ലേ പറഞ്ഞത്? രണ്ടുപേരും. ഒരാൾ പ്രത്യക്ഷത്തിൽ നിസ്കാരക്കാരൻ, പക്ഷെ അവൻ ശംസുൽ ഉലമയെ പോലത്തെ മഹാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആക്ഷേപിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ നിസ്കാരക്കാരനാണ്, പക്ഷെ ശംസുൽ ഉലമ പോലെയുള്ള അസറിന്റെ ഒരു മഹാന്റെ എതിരാളിയാണ് എങ്കിൽ നിസ്കാരം ശരിയാണ്, പക്ഷേ അവന് കമ്മിയുണ്ട്. ആ കമ്മി അവനെ എവിടെ എത്തിക്കും? അല്ലാഹു അലം. ഈ കമ്മിയുടെ അടിസ്ഥാനം എന്താ? അവന്റെ ബാപ്പാന്റെ ബീജത്തിന്റെ പോലും കമ്മിയായിരിക്കും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മനസ്സ് തുറക്ക, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഹക്ക് അല്ലെങ്കിലോ കുരുത്തക്കേടായിരിക്കും. ഒരാള് അസ്ല്, ഒരാളോ പ്രത്യക്ഷത്തിൽ ആളിൽ ശരിയുണ്ട് തെറ്റുണ്ട്. പക്ഷേ ഇങ്ങനത്തെ മഹാന്മാര് പറഞ്ഞ വെളിപ്പുറത്ത് പായുന്ന ആളാണ് എങ്കിൽ അസിൽ ശരിയായിരിക്കുന്നുണ്ടാവും. മറ്റ് ഇത്തിബാഉൽ ഹവ മജ്ബൂറാണ്, അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും. അല്ലാഹു ഗഫൂർ റഹീമാണ്. രണ്ട്, ഔലിയാക്കന്മാരെ വാക്ക് ശഫാഅത്തിന്റെ വാക്കുമാണ്. തൗഫീഖ് തരട്ടെ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ശംസുൽ ഉലമയെ ജീവിതത്തിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞട കുട്ടിക്കാട, അത് കുരുത്തക്കേടാണ്. എന്താണ് ആ കുരുത്തക്കേട്? അല്ലാഹു അലം. എന്താണ് അതിന് കാരണം? അല്ലാഹു അലം. അല്ലാഹു അലം. നമ്മൾ അല്ലാഹുവിന്റെ സഹായത്താൽ അന്നും ഇന്നും അവരൊപ്പാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന്മാരെ, അൽഹംദുലില്ലാഹ്. അതൊരു അസറിന്റെ ആളാണ്. ഒരു കാലത്ത് വമ്പൻ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അങ്ങനത്തെ ഒരാൾ വരിക. ഇനി എന്നാ അങ്ങനത്തെ ഒരാൾ വരുന്ന എനിക്കറിയൂല. അത് അപൂർവം. നിങ്ങൾ വിചാരിക്കണ്ട. ഇവിടെ പറയും മൂല്യന്മാരുണ്ടായിട്ട് അങ്ങനത്തെ ഒരാളല്ല ശംസുൽ ഉലമ. അതൊരു അപൂർവ ആളാണ്. ഇനി അങ്ങനത്തെ ഒരാൾ 100 കൊല്ലത്തിനുള്ളിൽ വരുമോ എനിക്കറിയില്ല. 100 കൊല്ലം ഭൂമി ഉണ്ടാവുമെന്നാണ് എനിക്കറിയില്ല. ഉണ്ടാവുമ്പോഴത്തേന് അങ്ങനത്തെ ഒരാൾ നമ്മളെ നാട്ടിൽ വരുമോ അതെനിക്കറിയില്ല. എന്നാ അങ്ങനത്തെ ആളിഞ്ഞില്ലേ എമ്പാടും ഉണ്ടാവും. നമ്മളെ നാട്ടിൽ വരുമല്ലേ? അല്ലാഹു അലം. നമ്മുടെ നാട്ടിൽ ജനിക്കുമല്ലേ? അല്ലാഹു അലം. മനസ്സിലായില്ലേ? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വേറെ കുറെ ആളുകൾ ഉള്ളത് പോലത്തെ ആളല്ല ആര്. ശംസുൽ ഉലമ അങ്ങനത്തെ ആളല്ല, അതൊരു ഒത്ത ആളാണ്. ഇനി ഇവിടെ ഖിയാമത്ത് നാൾ വരെ ആ മനുഷ്യന് മതി. നമുക്ക്
നിങ്ങൾ വന്നൊരു സംഭവം കണ്ടില്ലേ? സമസ്തയുടെ പേര് മാറിയല്ലോ ആ മനുഷ്യനിലൂടെ. സമസ്ത കേരളമെത്തുലമ എന്നതിന് ഈ കെ വിഭാഗം എന്നൊരു പേരാണ് വന്നു. അവര് വഫാത്തായിട്ട് കാലത്തിലെ ഇപ്പോഴും ഇങ്ങനെയല്ലേ പറയാ? ഇതാണല്ലോ അസല് സംഘടന. ആ സംഘടന അവരെ പേരിൽ അറിയപ്പെട്ടു. അതെന്റെ അവരെ പേരിൽ അറിയപ്പെട്ടത്. അവരല്ലാത്തവര്, ഹക്കിന്റെ ആളുകളല്ലാത്തവരും അവരെ അതിന്റെ പേരിൽ തെണീറ്റുന്നപ്പോൾ പണ്ട് സമസ്ത എന്ന് പറഞ്ഞാൽ മതി, ഇപ്പൊ സമസ്ത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മതിയാവില്ല. എന്തുകൊണ്ട് പല കൂട്ടരും അതിന്റെ പേരിൽ ഇറങ്ങും. പഴയ കാലത്ത് ഒരു 40 കൊല്ലം മുമ്പ് കോഴിയേ ഉള്ളൂ, ഇപ്പൊ കോഴിയല്ല, ഇപ്പൊ നാടൻ കോഴി, ബ്രോയിലർ, അങ്ങനെയാണ്. മനസ്സിലായില്ല? എന്തുകൊണ്ട്? എന്റെ കുട്ടിക്കാലത്ത് നാടൻ കോഴി ഇല്ല, കോഴിയുള്ളൂ. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? പറയും മനുഷ്യന്മാരെ. എന്റെ കുട്ടിക്കാലത്ത് നാടൻ കോഴിയില്ല, നാടൻ കോഴി എന്ന ലഫ്ളും ഇല്ല. ഒക്കെ നാടനാണ്. നാടൻ വെള്ളരി. അപ്പൊ വെള്ളരി എന്ന് പറഞ്ഞാൽ മതി. നാടൻ നീന്ത്രവാഴക്ക, അപ്പോൾ നീന്ത്രവാഴക്ക എന്ന് പറഞ്ഞാൽ മതി. നാടനാണോ ചോദിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കൂടിത്തരി മനുഷ്യന്മാരെ. ഇതിന് ബുഖാരി ഓതേണ്ട ആവശ്യമില്ല, ഇതിന് അന്തം ഉണ്ടായാൽ മതി. അന്തം. ഇന്നൊരു പീടി പോയി നേന്ത്രവാഴക്ക എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും നാടനാണോ? അതിന്റെ അർത്ഥം എന്താ? തൃശ്ശനാപ്പള്ളി ഇപ്പുറത്തിറങ്ങുന്നുണ്ട്. പുരുടാനിട്ടിട്ട് ആകെ പെരിച്ചായിയെ പോലെ വീർപ്പിച്ച വേറെ സൈസ് അപ്പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ വളരാത്ത ഒറിജിനൽ നാടൻ. മനസ്സിലായോ? പണ്ടോ 40 കൊല്ലം മുമ്പ് അതിന്റെ ഒന്നിലും തൃശ്ശനാപ്പള്ളി ഇവിടെ ഇറങ്ങണില്ല. രണ്ടാമത്തതോ പുരുടാൻ ഒന്നിലും ഇടണമില്ല. അപ്പോൾ പിന്നെ ഒക്കെ എന്താണ്? പറയും മനുഷ്യന്മാരെ, നാടനാണ്. അപ്പോൾ പിന്നെ നാടൻ നിറയേണ്ട ആവശ്യമില്ല. ഒക്കെ നാടനായ പിന്നെ നാടൻ നിറയണോ? ഓരോ ചില കാലത്ത് എന്താവും, ചിലതിന്റെ പേര് ഡ്യൂപ്ലിക്കേറ്റ് വരും. അപ്പോൾ അതിന്റെ ഒറിജിനൽ വേർതിരിക്കും. ആ ഒറിജിനലിന്റെ പേരണ്ട് കൊടുത്തു. എന്ത്? നാടൻ വാഴക്ക എന്ന് പറയും പോലെ ഈ കെ, അതതിന്റെ നാടനാണ്. അതാരാണ്? വരക്കൽ ബാലവി മുല്ലത്വങ്ങൾ. ആ സബീലിനെ തജ്ദീദ് ചെയ്യാൻ വേണ്ടി വന്ന മുജദ്ദിദാണ്. സമസ്തയിലെ മുജദ്ദിദാണ്. അസ്റിന്റെ മുജദ്ദിദാണോ അല്ലേ എന്ന് പറയാൻ മാത്രമുള്ള വിവരം എനിക്കില്ല. പക്ഷെ സമസ്തയിലെ മുജദ്ദിദാണ്. അവർ ഈ 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണോ എന്ന് പറയാനും ആ തജ്ദീദ് വാദിക്കാനുമുള്ള വിവരമൊന്നും എനിക്കില്ല. അത്തരൊന്നും വിവരം എനിക്കില്ല. പക്ഷെ അവർ സമസ്തയുടെ മുജദ്ദിദാണ്. സമസ്തയിൽ ഇനി ഖിയാമത്ത് നാൾ വരെ ഈ മനുഷ്യൻ മതിയാവും ചെയ്യും. എന്തുകൊണ്ട്? മനസ്സിലായോ? അത്രയും വലിയ ഒരാളാണ്. കണ്ണിയത്ത് അവരെ ഉസ്താദല്ലേ? ആണ്. വക്കീ ഉസ്താദല്ലേ ഷാഫി ഇമാമിനേക്കാൾ? ആണ്. പക്ഷെ വക്കീ മദ്ഹബില്ല. കണ്ണിയത്തി വിഭാഗം എന്ന് പറയപ്പെട്ടിട്ടില്ല. ഈ കെ വിഭാഗം പറയപ്പെട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ലല്ലോ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? കണ്ണിയത്ത് അവരെക്കാൾ വയസ്സുള്ള ആളല്ലേ? ആണ്. ഉസ്താദല്ലേ? ആണ്. പക്ഷേ ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ചപ്പോൾ കണ്ണിയത്തിന്റെ പേര് എടുത്തിട്ടില്ല. എന്തുകൊണ്ട്? അവരെ ഷറഫ്, ഒരു പ്രത്യേക ഷറഫുള്ള ആളാണ് ശംസുൽ ഉലമാ. വക്കീ അല്ലേ? ഉസ്താദ് ആണ്. ഷാഫി ശിഷ്യനല്ലേ? ആണ്. പക്ഷെ മദ്ഹബ് വക്കീ മദ്ഹബ് അല്ല. പിന്നെയോ ഷാഫിഈ മദ്ഹബാണ്. നെല്ലും പതിരും വേർതിരിച്ചപ്പോൾ വക്കീന്റെ പേര് പറഞ്ഞിട്ടില്ല. ആരെ പേരാ പറഞ്ഞത്? ഇമാമുന ഷാഫിഈ. വക്കീ ഇമാമല്ലേ? ആണ്. ശകൗതു ഇലാ വക്കീഇൻ സൂഅ ഹിഫ്ളി ഫൗസാനി ബിതർകിൽ മഅസി വഖാല അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിഅസി. വക്കീഅല്ല മഹാൻ തന്നെ. പക്ഷേ ഇമാം ഷാഫി കേവലം മഹാനല്ല. അവരൊരു ഉമ്മത്തിന് നെല്ലും പതിരും വേർതിരിച്ചു കൊടുത്ത ആളാണ്. ആ ലിസ്റ്റിൽ വക്കീഇല്ല. വക്കീ മഹാനല്ലേ? ആണ്. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അതായത് വേറൊരു ആളെ ആണ്ട് കഴിക്കും പോലെ അല്ല ആരാണ്ട് കഴിക്കുന്നത്. ശംസുൽ ഉലമ ആണ്ട് കഴിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം.
മലയാളക്കരയിൽ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ പുരയിലും ശംസുലുമനാണ്ട് വയ്ക്കണം. കാരണം നന്മയും തിന്മയും വേർതിരിച്ചെന്ന ഒരാളാണത്. അങ്ങനത്തെ ആൾ അപൂർവം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കിത് മനസ്സിലാവണം കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. എല്ലാവർക്കും ബാധ്യതയാണ്. നമ്മളെ ബാപ്പയാണ്, റൂഹിൻ്റെ ബാപ്പയാണ്. റൂഹിലേക്ക് കരിയിലകൾ വീണപ്പോൾ അതിനൊന്ന് ശുദ്ധീകരിച്ചെന്ന ആളാണ്. അക്കാലത്ത് ഔലിയാക്കന്മാർ മുഴുവനും അവരെ കൂടി അംഗീകരിച്ചിട്ടുണ്ട്. ഖദമി അലാ റഖബാത്തിൽ ഔലിയായി തുറാന്ന് പറഞ്ഞതുപോലെ അന്നിവിടെ മാരിഫത്ത് അസ്റാറിൻ്റെ മശായിഖന്മാർ പലരുണ്ടായിരുന്നു. അവരൊക്കെ ഇവരെ കൊടി അംഗീകരിച്ചിട്ടുണ്ട്. അവരെ തഹത്തിൽ നിൽക്കാൻ കുതിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്കണം. ഇത് തമാശയല്ല, ചിന്തിക്കണം. ശംസുൽ ഉലമ നമ്മളെ സമാനിൽ 20-ാം നൂറ്റാണ്ടിലെ കാമിലായ ആളാണ്. അവര് സാധാരണ ഒരു മുസ്ലിയാരാണ് എന്ന് വിചാരിച്ചാൽ നീ പരാജയപ്പെടും. അവര് സാധാരണ ഒരു മുസ്ലിയാരല്ല. അവര് ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ച ആളാണ്. കിതാബ് നോക്കി കടമെടുക്ക കിതാബിൽ നിന്ന് പഠിച്ചതുമല്ല, അവരെ ജീവിതം തന്നെ കിതാബായതാണ്. കിതാബിൽ കമന്ന് കടന്നതല്ല എന്നാ കിതാബ് പഠിച്ചിട്ടില്ലേ? ഉണ്ട്. പക്ഷേ കിതാബ് അവരെ ജീവിതം തന്നെ കിതാബായി. അവരെ വ്യാഖ്യാനങ്ങളായി. അവര് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അത് ബുഖാരിയിൽ പറഞ്ഞ വ്യാഖ്യാനം ഫത്ഹുൽ ബാരിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അത് ഐനിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഖസ്തല്ലാനിയിൽ ഉണ്ടായിക്കൊള്ളണം എന്നും ഇല്ല. എന്തുകൊണ്ട്? ആ മഹാന്മാർക്ക് കിട്ടാത്ത പല അറിവും ഈ മഹാനിലുണ്ട്. ആ മഹാന്മാർ പറയാത്ത പലരും ഈ മഹാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിൻ്റെ അർത്ഥം ഖസ്തല്ലാനിയെക്കാളും ഈ ഹാഫിൾ ഇബ്നു ഹജർ അസ്ഖലാനിയെക്കാളും വലിയ മഹാനാണോ ശംസുൽ ഉലമ എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആണെന്നും അല്ല, അല്ല എന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതെനിക്കറിയാത്ത കാര്യമാണ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. എന്ത്? ഒരു ആലിമിനെ അള്ളാഹു നാട്ടിന് നൽകുമ്പോൾ ആ സമാനിന് ഒത്ത ആളെയാണ് നൽകുക. ആ സമാന്റെ വെല്ലുവിളികൾക്ക് മറുപടി പറയുന്ന ആളായിരിക്കും ഉണ്ടാവുക. ഹാഫിൾ ഇബ്നു ഹജറിന്റെ കാലത്ത് ബുഖാരിക്ക് ഈ വ്യാഖ്യാനം പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അന്ന് ഈ വെല്ലുവിളി ഇല്ല. ഇമാം റാസി പറഞ്ഞ തഫ്സീർ റാസിന്റെ മുമ്പുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടില്ല. തിബരി പറയാത്തതാണ് റാസി പറഞ്ഞത്. അതിന്റെ അർത്ഥം തിബരി മോശാണോ? അല്ല. എന്തുകൊണ്ട് അല്ല? ഈ റാസി എന്റെ പ്രധാനം. റാസി ഇമാം എണീറ്റ് നിൽക്കുന്ന കാലത്ത് ഉള്ള വെല്ലുവിളികൾ തിബരി ഇമാമിന്റെ കാലത്തില്ല. നെല്ലും പതിനും വേർതിരിച്ച ആരാ? ഖുർആന്റെ തഫ്സീറിൽ നെല്ലും പതിനും വേർതിരിച്ചത് ആരാ? ഇമാം റാസിയാണ്. അതുകൊണ്ടാണ് ആ കിതാബിന് തഫ്സീറുൽ കബീർ എന്ന് പേരിട്ടത്. അതാണ് രംഗത്ത് വന്നപ്പോ മുർജിയത്ത് പൊളിഞ്ഞ്, ഖദരിയത്ത് പൊളിഞ്ഞ് പാപ്പറായി തകർന്ന്. ഇല്ലെങ്കിൽ വേറുള്ള ഒരു കാലിന്റെ മുട്ടടിച്ചിട്ട് ഇങ്ങനെ നടക്കും. പരിശുദ്ധ ഖുർആന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്യ മതസ്ഥരുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ മനുഷ്യൻ വന്നത്. ഇഷ്ടം പോലെ എല്ലാ വിഭാഗത്തിലും മൗലവിമാരും മൗലവിമാരും എല്ലാവരും 980 ഒത്തു സമ്മതിച്ചു. അതിൽ ഈക്ക പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ നേതാവ് എന്നോട് ട്രെയിൻ യാത്രയിൽ പറഞ്ഞിട്ടുണ്ട്, അന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കാല് പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി നിങ്ങൾ ആ വിഷയത്തിൽ പരിഹരിക്കണം എന്ന് പറയാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ല? ആ നാടുകളിൽ, ചില നാടുകളിലൊക്കെ പരിശുദ്ധ ഖുർആനെ പറ്റി നേരെ എതിരായി, ഖുർആനല്ല മറ്റ് ചില മുഹറഫായ കാലഹരണപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിറങ്ങിയപ്പോൾ ആ നാട്ടിലെ മുജാഹിദ് ജമാഅത്ത് സംഘടന നേതാക്കന്മാർ കോഴിക്കോട്ടുള്ളവരെ നേതാക്കന്മാരോട് ബന്ധപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞു, ഇതിന് മറുപടി പറയാൻ നല്ലത് ആരാണ്? ഈക്കാണ്. ആ എല്ലാരും വന്നു, പൂച്ചക്കുട്ടിയിരിക്കും പോലെ ഇരുന്നു. 2 ദിവസം മറുപടി അറിഞ്ഞു. ആ പണി കഴിഞ്ഞു ചെയ്തു, അതിന്റെ വിഷയം തന്നെ കഴിഞ്ഞു. ഇല്ലെങ്കിലോ അല്ലാത്തൊരു മേടിയാൽ ഇന്നും മേട്ടം ബാക്കിയാവും.
ആ മേടൽ അന്ന് അവിടെ നിർത്തിയതാണ്. പിന്നെ അവിടെ ആരും പിന്നെ ഒരു കുട്ടി അതിൻ്റെ നിറച്ചിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വേറെ എൻ്റെ ഖുർആന്റെ പരിഭാഷ അറിയുന്നവർ അന്നൊന്നും ഉണ്ടല്ലോ. എൻ്റെ ഓർക്ക് മേടിയാലും ഓരതിനൊന്നും നിയോഗിച്ചിട്ടില്ല. പിന്നെ അവരതിൻ്റെ ആളല്ല. അത് ആ അസറിന് അള്ളാഹു കാമിലായ ഒരാളെ കൊടുക്കും. ആ ആളാണ് മിണ്ടിയാൽ അതിന് വർത്താനം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയാം. നിങ്ങൾ വിചാരിക്കുക എന്താ വിഷയം എന്നറിയോ? നിങ്ങൾ വിചാരിച്ച ആളല്ല ശൈഖുനാ ശംസുൽ ഉലമ. വേറെയുള്ള വെള്ളക്കുപ്പായം തലീക്കെട്ട് നോക്കിയിട്ട് ഈ മനുഷ്യനെ കുറ്റം പറഞ്ഞാൽ ദുനിയാവ് ആഖിറ നഷ്ടപ്പെടും. അതാണ് ഈ പറഞ്ഞ മാന. ഭാഗ്യം ഭംഗീസും വലിപ്പത്തിലൊക്കെ പലർക്കും ഉണ്ടാകാം. അതല്ല ഇയാള് ആള് വേറെയാണ്. ഇയാൾ ആള് വേറെയാണ്. അത് വലിയ ആളാണ്. ആ ആളോട് നമ്മൾ എതിർക്കാൻ പാടില്ല. ആളെ അസറിൻ്റെ ആളായിരിക്കും. അതിനെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് നമ്മളെ ബാപ്പാർക്ക് അല്ലാഹു തആല കൊടുത്ത തൗഫീഖാണ്. അത് നമ്മളെ വല്യാപ്പാൻ്റെ ബർക്കത്തായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ബഹുമാനപ്പെട്ട ഇതായി പെരുവണ മഹല്ല് ശൈഖുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയി. അവർ വഫാത്തായതിനു ശേഷമാണെങ്കിലും അള്ളാഹു ഒരു പ്രത്യേക തൗഫീഖ് ഈ നാട്ടിന് തിരഞ്ഞെടുത്ത് കിട്ടി. അതിനെന്താ കാരണം? അള്ളാഹു അലം, എനിക്കറിയൂല. ഇവിടെ നടന്ന ഒരു പ്രമാദമായ വിഷയത്തിൽ എന്നോട് ഞാൻ പല ആളുകളും പ്രസംഗിക്കുന്നു, എൻ്റെ ലേഖനം എഴുത്തൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു പ്രമാദമായ വിഷയത്തിൽ വഫാത്തിന് ശേഷം അതിൽ വക്കീലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആര്? അല്ലേ? സത്യം തന്നെയല്ലേ? ശൈഖുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹ് അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. അതിന് എത്രയോ മഹല്ലുകളിൽ, ഇവിടെ പല മഹല്ലുകളിലും വിധി തീർപ്പ് നടക്കാത്ത വിഷയങ്ങൾ പല മഹല്ലിലും കേരളത്തിൽ ഉണ്ടായിട്ട് അവിടെ ഒന്നും ഇടപെടാതെ എന്തിനാ ഇവിടെ ഇടപെട്ടു? അതെന്തോ ഈ നാട്ടിന് നന്മ ഉണ്ട് എന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ചിലപ്പോൾ ഇവിടെ കിടക്കണ ഏതോ വലിയന്റെ മാത്രമായിരിക്കും. അത് ഔലിയാക്കന്മാരൊക്കെ ഒന്നാണ്. അവര് എല്ലിനെ കണ്ടുമുട്ടുമ്പോ പറയും ഈക്ക് എങ്ങളതിലും നടപടി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവര് മരിച്ചിട്ടില്ല, മരിക്കൂല. അവരവിടെ ഉണ്ട്, അവരവിടെ പണിയെടുക്കുന്നുണ്ട്. അവരാ മനസ്സിലായില്ല. അവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ സർക്കിളിലുണ്ട്. അവരെ യോഗവും മീറ്റിങ്ങും ഹബീബിന്റെ പരിസരത്ത് നടക്കുന്നുണ്ട്. അവരിവിടെ കാര്യം നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ വന്ന് ഇന്ന വലിയ പറയും, ആ നീ നാട്ടുകാരനായ വലിയ പറയും, ഇവിടെ ഇന്ന മറവ് ചെയ്ത നാട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങളതെല്ലാം നടപടി. അപ്പൊ അള്ളാഹു തആല പ്രത്യേക സൗഫിയക്കും സമ്മതം കൊടുക്കും. അത് തസറുഫിന് അധികാരമാണ്. മരിച്ചിട്ട് ഇടപെടും. മുത്ത് മുഹമ്മദ് മുസ്തഫ ഇടപെടുമല്ലോ. ഇന്ന് ഇടപെടേണ്ടടുത്ത് ഇടപെടും. ഇടപെടേണ്ടടുത്ത് ഇടപെടും. അള്ളാന്റെ ഹബീബ് സ്വപ്നം കാണല്ല. സ്വപ്നം എന്ന് പറഞ്ഞാൽ പൂളക്ക് കളക്കുക, റബ്ബർ വെട്ടുക, അവരൊക്കെയാണ് സ്വപ്നം കാണുക. സ്വപ്നം ഒന്നും ഔലിയാക്കന്മാരെ വകുപ്പിന്, അവർ അക്കളത്താണ് വകുപ്പ്. സ്വപ്നം എന്നുള്ളത് അതൊക്കെ സാധാരണക്കാരെ പരിപാടിയാണ്. മുത്ത് നബി എങ്ങനെ കാണുക? മുത്ത് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇൽമും മാരിഫത്തൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ. സാധാരണക്കാരായ മുഖരിസീങ്ങൾ വരെ ആരെ സ്വപ്നം കാണും? ഒന്ന് പറയും മനുഷ്യന്മാരെ. ഞാൻ നിർത്തണോ? പറഞ്ഞത് മനസ്സിലായില്ലേ? സാധാരണക്കാരായ ആളുകൾ പോലും ആരെ സ്വപ്നം കാണും? ആ റസൂലുള്ളാഹിനെ മുഖരിസായാൽ മതി, സുന്നത്തിനെ ഹയാത്താക്കിയാൽ മതി, മുഖരിസായാൽ മതി. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിനെ സ്വപ്നം കാണാം. അത് അപ്പാണിയല്ല ഔലിയാക്കന്മാർക്ക്, അതല്ല കുത്തുബീങ്ങൾക്ക്. കുത്തുബീങ്ങൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയും. നാളെ എന്താ ചെയ്യേണ്ടത് നബിയെ? നാളെ അങ്ങനെ ചെയ്താള് ചിന്തിക്ക്. അവര് നേരെ ഇരുന്ന് വർത്താനം പറയും മുത്തുനബിയോട്. അള്ളാന്റെ ഹബീബിന്റെ സമ്മതമല്ലാതെ ഒരു വിഷയവും ഞാൻ എഴുതിയിട്ടില്ല എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി. സ്വപ്നല്ല. മിക്കവാറും എന്റെ രാത്രിയായാൽ റസൂലുള്ളാഹി വരാറുണ്ട് എന്ന് ഇമാം ഗസാലി. രാത്രി റസൂലുള്ളാഹി വരും. അബൂബക്കറിൻ മഅഹു വൽ ഫാറൂഖ് വഉസ്മാൻ വഅലി. നാലാൾ കൂടിയിട്ട് അഞ്ചാളുണ്ട് വരും എൻ്റെ പേരേക്ക്. ഞങ്ങൾ വർത്താനം പറയും. ജീവിച്ചിരിക്കുന്ന കാലത്ത് വഫാത്തായിട്ടല്ല. ആര് പറയാ? ഗസാലി ഇമാമ്. എടക്കരയിൽ മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ 980
40ഓളം കുടുംബം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, ഖുർആനെ ഒഴിവാക്കി പോയി. ആ സമയത്ത് ശംസുൽ ഉലമയെ ക്ഷണിക്കാൻ വേണ്ടി എൻ്റെ ബാപ്പയുള്ള അടക്കമുള്ള ആളുകൾ വന്നു. അവരോട് പറഞ്ഞു വരാന്ന് പറഞ്ഞ് ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ സ്റ്റേജിൽ കയറിയാ പിന്നൊരാൾ സ്റ്റേജിൽ ഉണ്ടാകാൻ പാടില്ല. എന്താണ് ആ വാക്കിന്റെ പൊരുള് എന്ന് ബാപ്പാനെ പോൽ തുറക്കുക അന്നും മനസ്സിലായിട്ടില്ല. ഈക്ക അങ്ങനെ പറഞ്ഞേ, ശൈഖുന അങ്ങനെ പറഞ്ഞേന്ന് എൻ്റെ ബാപ്പ മരണം വരെ പറയുമായിരുന്നു. ഇതേപ്പറ്റി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ തൻ്റെ മുരീദന്മാരോട് പറഞ്ഞ്, അങ്ങനെ അന്ന് അവർ പറയാനുള്ള കാരണം അവിടെ ആ സ്റ്റേജിൻ്റെ മുകളിൽ ഹബീബായ റസൂലുണ്ട് പ്രസംഗം കഴിയുന്നവരെ. നൗമല്ല യഖ്ലത്ത്, മനസ്സിലായോ? പറഞ്ഞ ആര് പറഞ്ഞ്? അസ്റാർ അറിയണവർക്ക് പറയാലോ. പറയുന്നത് മനസ്സിലായില്ലേ? ഓർക്കല്ല, വെള്ളടക്ക വെള്ളന്റെ സ്റ്റേജ് ആരുണ്ട്? റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ. കാരണം അവിടെ ദീനെ തകർക്കാണ്. അപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ ആരാ? ദീന് തകർക്കാണെങ്കിൽ പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ ആരാ? റസൂലല്ലാതെ ആരാ? ലിതുഖ്രിജന്നാസ, നിങ്ങളാണ് ഏത് കാലത്തും ജനങ്ങളെ വെളിച്ചത്തിലാക്കേണ്ടത് അല്ലാഹു പറഞ്ഞല്ലേ. ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ എന്ന് മാനാണ് വെച്ച് നോക്ക് വഹാബി. പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാതെ കളിച്ചതിന്റെ പേരിൽ നിനക്കൊക്കെ കൊടുക്കുണ്ടാവും നാളെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഖിയാമത്ത് നാൾ വരെ ജനത്തിനെ ഇരുട്ടുന്ന വെളിച്ചത്ത് കൊണ്ടുവരുന്നത് മുത്തുനബിയാണ്. അപ്പോൾ 40 കുടുംബങ്ങൾ പരിശുദ്ധ മുത്തുനബിയെയും പരിശുദ്ധ ഖുർആനെയും തള്ളിയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കേണ്ട ആൾ ആരാണ്? ഹബീബ നബിയാണ്. റസൂലുള്ളാഹിന്റെ സമ്മതത്തോടുകൂടെ അല്ലാതെ അവരത് ഏറ്റിട്ടുമില്ല. ഹബീബിന്റെ സാന്നിധ്യത്തിലല്ലാതെ അന്നത്തെ പ്രസംഗം നടന്നിട്ടുമില്ല എന്ന് തൃപ്പൻ മോദിയർ പറഞ്ഞു. ആ കേട്ട ആളുകൾ നീ വിചരിപ്പുണ്ട്. നാളെ കോഴിക്കോട്ട് വരി ആളെ ഞാൻ കാണിച്ചു തരാം. അതിന് സനത് എവിടെയാണ്? സനദിന്റെ കയ്യിലുണ്ട്. അതിന് സനദിന്റെ കയ്യിലുണ്ട്. ആർക്കെ അങ്ങനെ ഉണ്ടാവൂല. അത് തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞത് കേട്ട 1 ഡസൻ ആളെ നാളെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നേരാണ്. എന്തിന്? എന്റെ വകുപ്പ്, ഞാൻ പറയുന്ന വകുപ്പ് അതിന്റെ അപ്പുറത്താണ്. ഞാൻ പറയുന്നത് തലേന്ന് റസൂലുള്ള വന്നിട്ടുണ്ടാവും ഷെയ്ഖുനാന്റെ അടുത്ത്, മോനെ നാളെ നിന്റെ അടുത്തൊരു കൂട്ടര് വരും, ആ പണി ഏറ്റാളട്ടാന്ന് റസൂലുള്ള തലേന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നടക്കാൻ പോണ കാര്യം ആര് വന്ന് പറഞ്ഞിട്ടുണ്ടാവും? അതെന്റെ ദീനിന്റെ കാര്യമാണ് മോനെ, അത് ഏറ്റാളാ എന്ന് ആര് പറഞ്ഞിട്ടുണ്ടാവും? റസൂലുള്ള പറയും. റസൂലുള്ള പറയാതെ അവര് പറയില്ല. ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ ആ മാനില്ലാതെന്നോവർ. ആരാ ചൊല്ല് എന്നാണ്? ചൊല്ല് എന്നുള്ളത് ചിലപ്പോ അള്ള പറയും ഇലാമായിട്ട്, ചിലപ്പോ മുത്തുനബിയും പറയും. മുത്ത് മുഹമ്മദ് മുസ്തഫ അലാ ഖൽബി അലാ ഖൽബി നബി ദിസ്സനാഇ, എൻ്റെ ഖൽബ് റസൂലുള്ളാഹി അല്ലാഹുവിൻ്റെ ഖൽബ് പൊട്ടിച്ചതാണ് എന്ന് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. ഇതൊരു സാധാരണ മുസ്ലിയാരെ പണിയല്ല. മലയാളക്കരയിൽ നെല്ലും പതിരും വേർതിരിച്ചത് ശൈഖുനാ ശംസുൽ ഉലമാ. പിന്നെ അതിന്റെ അപ്പുറം ഇപ്പുറം വേറെ കുറെ ആളുണ്ടാവും. അത് ശരിയല്ലേ? ഒരു വലിയതിന് ബേക്കിൽ ചെറിയതുണ്ടാവുമല്ലോ. ഒരു വലിയതിന് അപ്പുറം ചെറിയതുണ്ടാവും. പക്ഷെ മർമ്മം വലിയതാണ്. അവര് സാധാരണ മഹാനല്ല. ശൈഖുനാ ശംസുൽ ഉലമയെ പോലെ ആകാൻ ഒരാൾക്ക് കഴിയുകയുമില്ല. ഇന്ന് അങ്ങനത്തെ ഒരാൾ ആവശ്യമില്ല. അതും ഉള്ളവരെ ഇന്ന് അങ്ങനത്തെ ഒരാൾ ആവശ്യമില്ല. ഇന്ന് അങ്ങനത്തെ ഒരു വെല്ലുവിളിയില്ല. മനസ്സിലായോ? ഇന്നത്തെ വെല്ലുവിളി എന്താ? ഇന്ന് അങ്ങനെ ഒരു മനസ്സിലായില്ല. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ ആ വെല്ലുവിളി ഇല്ല എന്ന് പറഞ്ഞ വ്യാഖ്യാനം പറഞ്ഞുതരാം.
ഇന്ന് അങ്ങനത്തെ ഒരു വെല്ലുവിളിയില്ല. പരിശുദ്ധ ഖുർആനിന്റെ അസ്ല് തന്നെ ദുർബലപ്പെടുത്തുന്ന വെല്ലുവിളി ഇന്ന് ഇല്ല. ഇന്നത്തെ വെല്ലുവിളി എന്താണെന്നറിയോ? ഇന്ന് ഇവിടെ ഖിയാമത്ത് നാൾ വരെയുള്ള കാര്യങ്ങളെ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ലഈഫുൽ ഈമാൻ ആയതുകൊണ്ട് അസ്റിന്റെ പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് കഴിയൂലാന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതിന് ഒപ്പം നിന്ന് വഴി കാണിച്ചു തരാവുന്ന മശായിഖ്മാരെ ആലിമീങ്ങൾ അവർ നമ്മളെ കൂടെ ഉണ്ട് താനും. നമുക്കിപ്പോൾ ഒരു കമ്മിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. ഇന്ന് അങ്ങനെ വെല്ലുവിളി എന്നല്ലാണ്, വെല്ലുവിളിയാണ് ഉണ്ടായ അടുത്ത ആളെ റസൂലുള്ളാഹിന്റെ അള്ളാഹിന്റെ സമ്മതപ്രകാരം മുസ്തഫ റസൂലുള്ളാഹിന്റെ സമുദായത്തിൽ അടുത്ത ആള് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമുദായത്തിലാണ് ജനിക്കും, ഒരു ആൺകുട്ടീന് വരും. കാരണം ആഖിർ സമാന് വരെയുള്ള വെല്ലുവിളികൾ ഇവിടെ പരിഹാരം ഉണ്ടാക്കണം. AD 1099 ബൈത്തുൽ മുഖദ്ദസ് പൊളിച്ചു, ചർച്ചാക്കി മാറ്റി. AD 1099 വെല്ലുവിളി ഇൽമിയായ വെല്ലുവിളിയല്ല, മാദിയായ വെല്ലുവിളി. മനസ്സിലാണ്ടോ പറഞ്ഞത്? പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസ് പൊളിച്ചു. ബൈത്തുൽ മുഖദ്ദസ് പൊളിച്ചിട്ട് ചർച്ചാക്കിയിട്ട് മുകളില് ചർച്ചിന്റെ അടയാളമായ സ്വർണ്ണ കുരിശാണ് നാട്ടി. എന്തിന്റെ മുകളില്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഇലൽ മസ്ജിദിൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിൽ AD 1099. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മുസ്ലിം രാജാക്കന്മാരുണ്ട്. രാജാക്കന്മാർക്ക് ഒരു കഴിവില്ല, കാരണം അവർക്ക് അതിനുള്ള യോഗ്യതല്ല. ആലിമീങ്ങളോ? അത് ആലിമീങ്ങളെ വിഷയവുമല്ല. യുദ്ധം ചെയ്യൽ ആലിമീങ്ങളെ പണിയല്ല. ഇൽമിയായ ബഹസിലെ ആലിം ഇടപെടേണ്ടതുള്ളൂ, അതാണ് ആലിമിന്റെ ബാധ്യത. അത് പിന്നെ അവിടെ കിടന്നു. പിന്നെ അള്ളാഹു ഈ സമുദായത്തിൽ ഒരു ആൺകുട്ടിയെ ഏൽപ്പിച്ചു. തിക്രീത്തിൽ നിന്ന് ഒരു ആൺകുട്ടി കയറി വന്നു. ആ ആൺകുട്ടി സിറിയക്കാരുടെ പട്ടാളക്കാരനായി ഈജിപ്തിൽ വന്നു. പിന്നെ ഈജിപ്തിൽ വളർന്ന സൈന്യാധിപനായി. പിന്നെ ഈജിപ്തിന്റെ അധികാരത്തിലായി. പിന്നെ ആ ആൺകുട്ടിയാണ് വളർന്നു. ഈ ബൈത്തുൽ മുഖദ്ദസ് പൊളിച്ചിട്ട് ചർച്ചായ സമയത്ത് ഈ കുട്ടി ജനിച്ചിട്ടില്ല. മനസ്സിലായോ? പിന്നെ ആൺകുട്ടി അങ്ങോട്ട് യുവാവായി എന്ന് പറഞ്ഞാല്, രാജാവ് എന്ന് പറഞ്ഞാല് വലിയ രാജാവ്. എന്നാ വലിയ മുഫ്തിയാണോ? മുഫ്തിയൊന്നുമല്ല, മുഖരിസായ രാജാവ്. ദാഇമ സൗമി വ ദാഇമൽ ഖിയാമി, നേരെ വെളുക്കുന്നേരം തഹജ്ജുദ്, പകലന്ത്യോളം എല്ലാ ദിവസവും ഹറാമായ നോമ്പ്, ഹറാമായ ദിവസം അല്ലാത്ത ദിവസം മൂപ്പർക്ക് നോമ്പ് വിൽക്കും. ഉണക്കക്കാരെ കൊണ്ട് നോമ്പ് തുറക്കും. സബീബ്, ഉണങ്ങിയ മുന്തിരി, മനസ്സിലായില്ലേ? 1 or 2 കുടിച്ചിട്ട് വെള്ളം, അതിന്റെ മേലെ വെള്ളം കുടിച്ചിട്ട് അത്താഴം കഴിക്കും. ഭക്ഷണം കഴിക്കൂല, ഭക്ഷണം ഇല്ല. നഹീഫൽ ബദനി, മെലിഞ്ഞൊരു മനുഷ്യൻ. രാജാക്കന്മാരെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ആൺകുട്ടിയാണ് കയറി വന്നപ്പോൾ അള്ളാഹു ആ ആൺകുട്ടിക്ക് അധികാരം കൊടുത്ത് AD 1187 ആൺകുട്ടി മാർച്ച് ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിന്റെ കുംഭഗോപുരം തിരിച്ച് പള്ളിയാക്കി മാറ്റി. ഇന്നും ആ പള്ളി തന്നെ. ഞാൻ മിനിഞ്ഞാന്നല്ല, അതിന്റെ നേരെ വെള്ളിയാഴ്ച ബൈത്തുൽ മുഖദ്ദസിലാണ് ജുമാ നിസ്കരിച്ചത്. AD 1187 അതിനപ്പുറം ആൺകുട്ടിനെ അള്ളാൻ പടച്ചു. എന്നാ വേറെ രാജാക്കന്മാരുണ്ടായിരുന്നു, പക്ഷെ ഓല അതിന് പറ്റൂല. കയ്യിൽ കിട്ടുന്ന സ്വതക്കൊക്കെ കൊടുക്കും, നല്ല രാജാക്കന്മാർ തന്നെയാണ്. പക്ഷെ പെണ്ണുങ്ങളെ കിടക്കപ്പായിന്ന് ഇറങ്ങിപ്പായാൻ അവർക്ക് പറ്റൂല. മനസ്സിലായോ? പെണ്ണുങ്ങളെയും കുട്ടികളെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നവർക്ക് ആ പണി നടക്കൂല. അവർക്ക് ഇതൊന്നും വിഷയമല്ല. അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അള്ളാഹു കൊണ്ട് ഫതഹ് കൊടുത്തു. ആ ഫതഹ്മലാണ് ഇന്ന് നിലനിൽക്കുന്നത്. സുൽത്താന്മാരെ കൂട്ടത്തിൽ മുസ്ലിം ലോകം ആയിരക്കണക്കിന് കൊല്ലത്തിനിടയിൽ കണ്ട ഏറ്റവും വലിയ മഹാൻ ആരാണ്? ആരാണ്? സുൽത്താൻ സലാഹുദ്ദീനാണ്. അത് വേറിട്ടൊരു ജന്മാണ്, എല്ലാവർക്കും അതിന് കഴിയില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നതുപോലെ എന്നാ പിന്നെ ഒരാളെ അവന് ആവശ്യമുണ്ടോ? ഇല്ല. ഇനി അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ആളുണ്ടാവും. ഇങ്ങനൊരു വിഷയം ഉരുണ്ട് കൂടിയാൽ ആൺകുട്ടി വരുന്നുണ്ട്. ആര്? ഇമാം മഹ്ദി. ഇമാം മഹ്ദി ഇന്ന് വരണോ? വരണ്ട, അതിന്റെ സമയമാകുമ്പോ വരും.
നമ്മളിപ്പോൾ വെല്ലുവിളി എന്നറിയാം. ഇതിനിപ്പോൾ എന്ത് മാനയുള്ളത്? ഇന്ന് ശംസുൽ ഉലമയുടെ സമാനിലുള്ള വെല്ലുവിളി ഇന്ന് ഇല്ല. ളാഹിറൻ വ ബാത്തിന, ഉള്ളിലില്ല പുറത്തില്ല. ഇന്ന് ആലിം ഇടപെടേണ്ടതല്ല, പിന്നെ നമ്മൾ നേരെയാകാത്തത് കൊണ്ടും നമ്മളെ ഈമാൻ ലൈഫായത് കൊണ്ടുമുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഇൽമിന്റെ ഒരു അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പ്രശ്നം ഇന്നില്ല. ഉണ്ടെങ്കിൽ ഉണ്ടാവൂല. എന്തുകൊണ്ട്? ഖിയാമത്ത് നാൾ വരെയുള്ള വെല്ലുവിളികൾക്കെല്ലാം ഇങ്ങനെ നീങ്ങിയാ മതി എന്ന അച്ചുതണ്ടവർ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ വഴിക്ക് പോയാൽ മതി. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ നീട്ടുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാണ്. ഇത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ശൈഖുനാ ശംസുൽ ഉലമ ഒരു സാധാരണ ആള് അല്ല, ഒരു സാധാരണ ആലിമുമല്ല, ഒരു സാധാരണ വലിയുമല്ല. അത് അള്ളാഹുവിന്റെ അസ്റിന്റെ ഒരു പ്രത്യേക ആളാണ്. ആ ആൾ അതിന്റെ സമയത്തേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു, അത് പിരിഞ്ഞുപോയി. ഞാനാ നജ്മ, നമുക്കിവിടെ ഷെയ്ഖാനി ഉണ്ട്. നമ്മളെ ഷെയ്ഖാനി പറഞ്ഞ രണ്ടാളാണ്. ഒന്ന് കണ്ണിയത്ത്, ഒന്ന് പറയേ ഷെയ്ഖാനി, ഒന്ന് കണ്ണിയത്ത്, ഒന്ന് ശംസുൽ ഉലമ. ആ കാലത്ത് കഴിഞ്ഞു പോയ എല്ലാ ഉലിയാക്കന്മാരും അവർ അംഗീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ കൂടി അംഗീകരിക്കാത്ത ഒരു വലിയ കാലത്തില്ല. എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അത് വലിയ മഹാനാണെന്ന് അറിയാത്ത ഒരാളും ഇല്ല. അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ പറക്കും വലിയ പഠിക്കൽ തളച്ചോവർ എന്ന് പറഞ്ഞ മാതിരി വലിയായി നടന്നൊരു വിലായത്തിൻ്റെ പട്ടം വരെ ഒൽക്ക് നീക്കാനുള്ള അധികാരം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ല? അസറിൻ്റെ ആളുകൾ വലിയൻ്റെ വിലായത്ത് നീക്കും. അസറിൻ്റെ മഹാന്മാർ ആ മഹാൻ അംഗീകരിച്ചില്ലെങ്കിൽ വലിയൻ്റെ വിലായത്താണ് നീങ്ങും. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുണ്ടോ? പറയും മനുഷ്യന്മാരെ, വലിയൻ്റെ വിലായത്ത് വരെ നീങ്ങിപ്പോവും അവർ. മനസ്സിലായില്ല? ബൽആം വലിയാണ്. ആര് വരുമ്പോ? മൂസാ നബി എന്ന് പറയും മനുഷ്യന്മാരെ. മൂസാ നബി വരുമ്പോ ബൽആം ആരാണ്? വലിയാണ്. ദുആന് ഇജാബത്ത് കിട്ടുന്ന വലിയല്ലേ? ആര്? ബൽആം. പക്ഷേ അല്ലാഹു അസ്റിന് കൊടുത്ത കാമിലായ ഫദ്ലുള്ള ആളാര? കാമിലായ അസ്റിന്റെ മിസാലാണ് ആര്? സയ്യിദുനാ മൂസാ നബിനെ നിസ്സാരപ്പെടുത്തിയതോടെ കഥ കഴിഞ്ഞ്. ആ വലിയുടെ വിലായത്തിന്റെ പട്ടം നീക്കി. ആര് നീക്കി? മൂസാ നബി. മൂസാ നബിന്റെ ആ സ്ഥാനത്താണ് ഇന്നത്തെ ഈ ജാതി ആലിമീങ്ങള്. അവർക്ക് അവരാ റുത്ബയിൽ എത്തിയാൽ അവർക്ക് വലിയുടെ പട്ടം നീക്കാൻ കഴിയും. ചിന്തിക്ക്. ഖുത്ബ പരിഭാഷ ചെയ്തിരുന്ന ഒരു ഒരു പരക്കെ ജനങ്ങൾ വലിയാണെന്ന് പറഞ്ഞിരുന്നു. ഇജാബത്തിനൊക്കെ കിട്ടുന്ന ഒരാൾ വലിയെന്ന് അറിയല്ലട്ടാ. ഒരു ഇജാബത്തിന് ദ്വാക്കൊക്കെ ഇജാബത്ത് കിട്ടിയിരുന്ന ഒരാൾ ഖുത്ബ പരിഭാഷ ചെയ്തിരുന്നു. ഖുത്ബ പരിഭാഷ നിർത്താൻ വേണ്ടിയിട്ട് പിന്നെ സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ നാട്ടിൽ ചില ആളുകൾ പറഞ്ഞു, തൊള്ളയിൽ തീയാണ്, വലിയ തീയാണ്, വലിയ തൊള്ള പറഞ്ഞാൽ അങ്ങനെ തന്നെ അള്ളാഹ് കേൾക്കുന്ന വലിയുള്ള ആളാണ്. അപ്പോൾ ശംസുൽ ഉലമയുടെ അനുജൻ ഇ.കെ. മുസ്ലിം വന്ന് പറഞ്ഞു, അതിൻ്റെ മൂപ്പര തൊള്ളയിൽ തീ ഉണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ വെള്ളം ഉണ്ടല്ലോ, നിങ്ങൾ ബേജാറാവണ്ട. മനസ്സിലായില്ല? മൂപ്പര് വലിയാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന വലിയാണ്. അതുകൊണ്ട് മൂപ്പരോട് അങ്ങനെ പറയണ്ട, മൂപ്പര തൊള്ളയിൽ തീയാണ്. അപ്പം അസമൂല്യം വന്നാണ്ട് ആ നാട്ടിൽ വന്ന് വയൽ പറഞ്ഞു, നിങ്ങളെ മൂല്യരെ തൊള്ളയിൽ തീയാണെങ്കിൽ ഞങ്ങളെ തൊള്ളയിൽ വെള്ളമാണ്, ഞങ്ങൾക്ക് പേടില്ല. ഞങ്ങൾക്ക് ഇസ്ലാം മതം നേരായ വഴിക്ക് പറയേണ്ട ഉത്തരവാദിത്തമുള്ളൂ. നിങ്ങളെ മൂല്യർ വലിയാണെങ്കിൽ ഞങ്ങൾക്കൊരു ബേജാറുമില്ല. ഞങ്ങൾക്ക് വൈപ്പെട്ടില്ലെങ്കിൽ കഥയാണ് കഴിഞ്ഞാണ് വേന. ഞങ്ങളിവിടെ അള്ളാഹിനെ ശരിയായി നടപ്പിലാക്കണവരാണ്. അത് പറയാൻ യോഗ്യനാണ്, അല്ലാതെ വെറുതെ ആളായിട്ട് പറയല്ലത്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ? അത് തന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചതാണ്. ഈ ആൺകുട്ടിയാണ് പറഞ്ഞയച്ചത്. ഈ ആൺകുട്ടി പറഞ്ഞയച്ചതാണത്. വലിയൻ്റെ പാട്ടം വരെ നീങ്ങും. ശൈഖുനാ ശംസുൽ ഉലമയോട് കളിച്ച വലിയൻ്റെ പാട്ടം നീങ്ങും. വലിയാകേണ്ടവരൊക്കെ ഉണ്ടായിരുന്നു പല കൂട്ടത്തിലും. പക്ഷേ ശൈഖുനാ ശംസുൽ ഉലമക്കെതിരായതുകൊണ്ട് എവിടെ എത്തി അല്ലാഹു ആലം.
അങ്ങക്ക് അങ്ങനെ വർത്താനം പറഞ്ഞാൽ കുറച്ച് പറയാണ്ട് അവിടെയൊക്കെ, ഞാനത് മുഴുവൻ പറയുന്നില്ല. എല്ലാം കൂടെ പറയേണ്ട ബാധ്യതയും എനിക്കില്ല. എനിക്കറിയണ മുഴുവനും കൂടി ഞാനോട് പറയൂല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു അസറിൻ്റെ ആളാവുമ്പോൾ അവർക്കെതിരായ വിലായത്തിൻ്റെ പട്ടം വരെ പോകും. വലിയ വലിയ അല്ലാതെയാവും. അസറിന്റെ മഹാന്മാരോട്, ഒരു കാലഘട്ടത്തിന്റെ മഹാന്മാരോട്, ആ കാലഘട്ടത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്ത മഹാന്മാരോട് കളിച്ചാൽ വലിയ വലിയ അല്ലാതെയാവും. ശൈഖുനാ ശംസുൽ ഉലമയോട് കളിച്ചാൽ വലിയ വലിയ അല്ലാതെയാവും. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല, നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ. ശൈഖുനാ ശംസുൽ ഉലമയോട് ഏത് വിഭാഗത്തിൽപ്പെട്ടവൻ കളിച്ചാലും, ഏത് വിഭാഗം എന്ന് പറയണ്ട, സുന്നി വിഭാഗത്തിലല്ലേ വിലായത്തിൽ തന്നെ അഭിപ്രായമുള്ളൂ. മറ്റവർക്ക് എന്ത് വലിയ നഹ്നുരിജാൽ പോകും റിജാൽ. ശൈഖുനാ ശംസുൽ ഉലമ ഒരു സാധാരണ മഹാനല്ല. അവർക്ക് വലിയന്റെ വിലായത്തിന്റെ പട്ടം നീക്കാൻ അധികാരമുണ്ട്. അവരോട് കളിച്ചാൽ വലിയ വലിയ അല്ലാതെയാവും. എന്തുകൊണ്ട്? ഇവിടെ നടപ്പിലാക്കേണ്ടത് കാമിലായ ശരീഅത്താണ്. അതിലവർ കാമിലായ നജ്മാണ്. അതുകൊണ്ട് അവരെ ഒരാളും എതിർക്കണ്ട. അവരെ എതിർത്താൽ കഥ കഴിയും. അവരെ എതിർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഉണ്ടാവും. ഒരാളെ എതിർത്തിട്ടുണ്ടെങ്കിൽ ഓനൊരു മോശത്തരം ഉണ്ടാവും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എൻ്റെ നമ്മളിങ്ങനെ ആയത് ഒരു കാരണം ഉണ്ടാവും. എൻ്റെ മറ്റുള്ളവർ അങ്ങനെ ആവാത്ത അതിന് കാരണം ഉണ്ടാവും. എൻ്റെ കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എൻ്റെ നമ്മൾ സുന്നിയായത് അതിന് കാരണം ഉണ്ടാവും. എന്താ കാരണം? കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല, പക്ഷെ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. പക്ഷെ കാരണം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു ഈ ഒരു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. പറഞ്ഞാൽ തീരുകയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരം വൈകി വരും, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞുപോയി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളെ എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗം പറഞ്ഞാണ്. ശൈഖുനാ ശംസുൽ ഉലമയുടെ ലോകം എന്ന വിഷയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞത്. ഞാൻ ഇതിനൊരു 10 ഭാഗമെങ്കിലും അപ്പുറത്ത് പറയാനുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഈ പറഞ്ഞു. ശൈഖുനാ ശംസുൽ ഉലമ ഒരു കാര്യമായ നമ്മൾ ഒരു വിചാരിക്കുന്ന ഒരാളും അല്ല. അതൊരു ഒരു പ്രത്യേക ആളാണ്. അത് അല്ലാഹു തആല തന്നൊരു നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിനെ പിൻപറ്റിപ്പോയാൽ നമ്മൾ പരാജയപ്പെടില്ല. ആ കാലത്ത് ആളുകളെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. നമ്മളെ നാട്, നമ്മളിപ്പോൾ ചെറിയൊരു നാടാണല്ലോ, 3-3.5 കോടി ജനങ്ങളുള്ള കേരളം. മനസ്സിലായി, ആ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് നെല്ലും പതിരും തീർത്തത് അവർ തന്നെയാണ്. ഈ സമാനിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ബിദ്അത്തിന്റെ കക്ഷികൾ വരെ അവരെ മാത്രം അംഗീകരിച്ചിട്ടുണ്ട്. വലിയ ആളാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിക്കാത്തവനുണ്ടെങ്കിൽ അവൻ്റെ ഈമാൻ്റെ 100 വരെ പോയി പോകും. അത് ആരാണെങ്കിലും അവൻ്റെ ഈമാൻ്റെ 100 പോയി പോകും. കാരണം അസറിൻ്റെ ആളാണ്, ഒരു കാലത്തിൻ്റെ ഒരാളാണ്. പ്രത്യക്ഷപ്പെട്ടാൽ അംഗീകരിക്കേണ്ടി വരും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എല്ലാവരും ബാധ്യതയാണ് ശൈഖുനാ ശംസുൽ ഉലമ അംഗീകരിക്കൽ. എല്ലാവരും ബാധ്യതയാണ്. അവർ ഏത് ത്വരീഖത്തിൽപ്പെട്ട ത്വരീഖത്ത് ഉണ്ടായാലും ത്വരീഖത്തില്ലെങ്കിലും എല്ലാവർക്കും അതൊരു നജ്മ് തന്നെയാണ്. കാരണം ഒരു നാട്ടിലെ വേറൊരാൾ വേണ്ട ഇല്ല. ഇനി ഇവിടെ ഇത് മതി. അങ്ങനത്തെ ഒരാളാണ് ശൈഖുനാ ശംസുൽ ഉലമ. ഇൽമിന് പുഴുക്കുത്ത് വന്നപ്പോഴാണ് മഖ്ദൂം തങ്ങൾ വരുന്നത്. ഇൽമിനെ ഒരു കോലത്തിലുണ്ടാക്കി തന്ന മഖ്ദൂം തങ്ങൾ. അതാണ് പിന്നെ 500 കൊല്ലം ദർസിൽ ഇവിടെ പിന്നെ ഒരു കളി കളിച്ചില്ല. ആ വഴി ഒരു ഇൽമിനെ തജ്ദീദ് ചെയ്ത് ഒന്ന് കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ച് സമർപ്പിച്ച ആളാണ് ആര്? ഹിജ്റ 871 ജനിക്കുകയും ഹിജ്റ 928 വഫാത്താവുകയും ചെയ്ത മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. മഖ്ദൂമാണ് വിളക്കത്തിന്റെ ഇരിക്കുന്ന രീതികൾ സ്ഥാപിച്ചത്. അതിനുശേഷം ആ ഇൽമാണ് ഇന്ന് നടന്നു വരുന്നത്. ഇങ്ങനെ എവിടെയെങ്കിലും ഒരു കമ്മി വന്നാൽ ഒരു തൗഫീഖുള്ള നാട്ടിലുള്ള ഒരാളാണ് കൊടുക്കും. ആ ആൾ വഴി അതാണ് ശുദ്ധീകരിച്ചു പോവുകയും ചെയ്യും. മഖ്ദൂമിന് ശേഷമുള്ള ഇത് വേറൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഇവിടെ വേറെയുള്ള പലരുണ്ട്, നല്ല ആളുകളുണ്ട്. പക്ഷെ അതൊന്നും ഈ മനുഷ്യന് പകരാവൂല. ഈ മനുഷ്യൻ കാമിലായ ആളാണ്. ഈ മനുഷ്യനെ എന്താ അറിയാത്ത എല്ലാം അറിയില്ല. കാമിലായ ആളുകൾക്കറിയാം. അവർക്ക് നിറഞ്ഞ ഇംഗ്ലീഷ് അറിയും. അവർക്ക് അന്നത്തെ ലോക ഭാഷകളൊക്കെ അറിയും. ശംസുൽ ഉലമക്ക് ഫാരിസി അറിയും, ഇംഗ്ലീഷ് അറിയും. ഞാൻ വേറെ അറിയുമെന്ന് പറയേണ്ട ആവശ്യമല്ല. അന്ന് ഇവിടെ ലാറ്റിൻ അറിയുന്ന, ഫ്രഞ്ച് അറിയുന്ന ആള് വന്നാൽ അതും അവർക്കറിയും.
മനസ്സിലായോ പറഞ്ഞത്? അതിനൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. സുരിയാനിയിലാണ് അന്ന് ബൈബിൾ വായിച്ചത്, സുരിയാനിയിലാണ്. എവിടെ? എടക്കര. ഇന്ന് സുരിയാനി അറിയുന്നത് മുസ്ലിം പോലും ഉണ്ടോ എന്നല്ലാഹു ആലം നമ്മളെ നാട്ടില്. മനസ്സിലായോ? ഇന്നത് അറിയേണ്ട ആവശ്യമല്ല. അങ്ങനത്തെ ഒരു പ്രശ്നം വന്നാലോ അപ്പൊ അള്ളാഹു ആളെ തരും. പഠിച്ചാൽ കിട്ടുന്ന അറിവല്ലാതെ അതങ്ങനത്തെ മൗഹിബത്താണ്. പഠിച്ചാൽ കിട്ടുന്ന അറിവല്ല. അവർക്ക് ഇംഗ്ലീഷ് അറിയും. എന്തുകൊണ്ട് ഇംഗ്ലീഷ് ആവശ്യമായിരുന്നു അന്ന്? അവർക്ക് സുരിയാനി അറിയും ആവശ്യമായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് കോളേജിൽ നിന്ന് അവർക്ക് MA ബിരുദണ്ടോ അല്ല, സുരിയാനി കോളേജിൽ നിന്ന് BA ബിരുദണ്ടോ അല്ല. പക്ഷെ അതൊക്കെ അവർക്ക് അറിയും. എൻ്റെ ആ അസറിൽ അത് ആവശ്യമാണ്. അതെല്ലാം അള്ളാഹു അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത്രേ പറയേണ്ടുള്ളൂ. ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം വന്നാൽ, പ്രശ്നം വരികയാണെങ്കിൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അടുത്ത ആൺകുട്ടി അപ്പടിറങ്ങും. കാരണം ഇത് അള്ളാഹിന്റെ ദീനാണ്. ഇത് ഒരിക്കലും അള്ളാഹു വെറുതെ ആകാൻ വിടൂല. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ ഇതിന്റെ കുരു കുഴിച്ചിട്ട് ഇവിടെ സ്വഹാബത്ത് ബദരീങ്ങളും കടന്നുറങ്ങുന്നുണ്ട്. എവിടെ പറയും? കേരളത്തിൽ ആര് കടന്നുറങ്ങുന്നുണ്ട്? ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ കിടക്കുന്നുണ്ട്. എവിടെ പറയും? എവിടെ? കേരളത്തിൽ ബദരീങ്ങൾ 1ഉം 2ഉം അല്ല കടന്നുറങ്ങുന്നത്. കേരളം എന്ന് പറഞ്ഞാൽ കേരളം തന്നെയാണ്. അത് അള്ളാഹിന്റെ ഒരു പ്രത്യേക നാടാണ്. അള്ളാഹിന്റെ അടിമകൾക്ക് പ്രത്യേക നാടാണ് ഈ കേരളം. അതുകൊണ്ട് കേരളത്തിലെ ദീൻ പൊളിക്കാൻ കഴിയൂല. ആര് കുത്തിമറിണ്ട് കാര്യമല്ല, കഴിയൂല. അല്ലാഹു തആല അതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. ആ സാലിഹീങ്ങൾ മുത്തഖീങ്ങളെ കൂടെ നിൽക്കാൻ അല്ലാഹു തആല അൽഹംദുലില്ലാഹ് ഈ കണ്ണിയത്തെ ശംസുല്ലമാ മഹാന്മാരുടെ പിന്നാലെ നീ ഞങ്ങളാക്കി തന്നവല്ലോ. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ അഭിമാനിക്കാൻ ഞങ്ങൾക്ക് ഒരാളൊരു എതിര് വരെ പറയാനില്ല. അവരെ ജീവിതത്തെ പറ്റിയോ മറ്റൊരു വാക്കൊരാൾക്ക് പറയാനില്ല. അങ്ങനത്തെ ഒരാളെ നീയായി നീ ആക്കി ഞങ്ങളെ നീ ആദരിച്ചില്ലേ പടച്ചോനെ. അൽഹംദുലില്ലാഹ്. മരണം വരെ ഞങ്ങളും ഞങ്ങളെ മക്കളും ഈ സബീൽ തന്നെ പോകാൻ നീ തൗഫീഖ് തരണമേ റബ്ബേ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യൽദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ മിൻ ശർരി നഫാഥാത്തി ഫിൽ ഉഖദ് മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. നേരങ്ങളല്ലേ പെട്ടെന്ന് വേണേ നേരങ്ങളെ ചില്ലറ സാധനങ്ങൾ എന്തോ ലേലം ചെയ്യാണ്ട് 2 വാക്കുകൊണ്ട് അത് തീർത്ത് പെട്ടെന്ന് ദുആ ചെയ്ത് എല്ലാവർക്കും വേഗം പിരിയാം. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي الشفيع الأبطار.
أنت أمنا آب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاح والحبيب العربي. ഒരു കുറഞ്ഞ സാധനം